ഹായ് എവരി വൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, അതായത് S3 2024 സ്കീമിന് S3യിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇതിന് നമുക്ക് എന്തുണ്ട്, 4 ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ. 4 ക്രെഡിറ്റ്സ് ആണ് ഈ സബ്ജക്റ്റിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റിൻ്റെ വാല്യൂ ഒക്കെ അറിയാൻ, കാരണം നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ക്രെഡിറ്റ്സ് കൂടിയ സബ്ജക്റ്റിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, അതായത് കൂടുതൽ ഗ്രേഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കൂടുതൽ SGPAയിലോട്ട് എത്തും. ഇവഞ്ച്വലി നമുക്ക് എന്ത് കിട്ടും, നല്ല CGPA കിട്ടും. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ മാർക്ക് വാങ്ങിക്കണം. ഇനി ഈ സബ്ജക്റ്റ് എങ്ങനെയാണെന്ന് പറയാം. ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു ടഫ് സബ്ജക്റ്റ് ആണ്. പക്ഷേ ഇത് ഈസി ആയിട്ട് പഠിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അത്യാവശ്യം ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയാണ്. അതായത് നമ്മൾ കാണാപാടൊന്നും അങ്ങനെ മനപ്പാടമായിട്ട് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ കുറവാണ്. ബൈഹാർട്ട് ഇത് ചെയ്യാനുള്ള എല്ലാം ഉള്ള കൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്യുന്നൊരു ടൈപ്പ് സബ്ജക്റ്റാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിനെ എങ്ങനെ അനാലിസിസ് ചെയ്യാം, അത് നിങ്ങളിത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് സാധനം നിങ്ങൾ S1ലും S2ലായിട്ട് എന്തിൽ പഠിച്ചിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ട്. +1ലും +2ലും നമുക്ക് എന്തുണ്ട്, ഇതിൻ്റെ കുറച്ച് ബേസുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അതായത് ഒരു സർക്യൂട്ടിനെ വീണ്ടും നമ്മൾ എങ്ങനെ അതിനെക്കാട്ടും കോംപ്ലിക്കേറ്റഡ് ആയ സർക്യൂട്ടിനെ എങ്ങനെ അനാലൈസ് ചെയ്യാം, ആ രീതിയിലോട്ടാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റ് ഈ രീതിയിലാണ്. അതായത് ഈ കൺസെപ്റ്റ് അറിയാത്തവർക്ക് ഈ ടഫ് ഉള്ളൂ. ഈ കൺസെപ്റ്റ് അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് മീൻസ് നമ്മളിതിൻ്റെ ഒരു കാര്യം മറന്നാൽ പോലും നമുക്ക് എന്ത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടും, പെട്ടെന്ന് തിരിച്ചു കിട്ടും. എന്ത് ഇതായിരുന്നു അത്. ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു ബേസിക് KVL KCL അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, ഇത് ഗേറ്റിന് വരെ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സാമിന് എത്രയാണ്, 60 മാർക്ക് എക്സ്റ്റേണൽ എക്സാം, അതായത് യൂണിവേഴ്സിറ്റി എക്സാമിന് 60 മാർക്കാണ്. അതേപോലെ തന്നെ 40 മാർക്ക് എന്താണ്, ഇന്റേണൽ മാർക്കാണ്. ഓക്കെ, അതിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, കാരണം നിങ്ങളിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എൻ്റെ പേര് ഷെഫീഖ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് ഇതാണ്, PCEET 302. ഈവൻ ഈ സബ്ജക്റ്റ് കോഡിൽ പോലും നിങ്ങൾക്ക് എന്തായാലും ഇതെന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കോറാണ്, അതായത് നിങ്ങളുടെ ഒരു കോർ പേപ്പറാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് പഠിക്കാനുള്ളതാണ്. T മീൻസ് തിയറി പേപ്പറാണ്. ഈ 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തേർഡ് സെം ആയതുകൊണ്ട് 3 വരും. നിങ്ങളെല്ലാ സബ്ജക്റ്റിൻ്റെയും കോഡ് നിങ്ങൾ ഇങ്ങനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ മനസ്സിലാവും. പിന്നെ 02 എന്ന് പറഞ്ഞത് അതൊരു നമ്പർ കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, മൊഡ്യൂൾ 1ൻ്റെ ഫസ്റ്റ് പാർട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പം ഇനി ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോരണം. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് കൂടെ പഠിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിലബസിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ സിലബസിൽ എന്തൊക്കെ പറയുന്നത് നോക്കാം. ഒന്നെന്താണ്, മെഷ് അനാലിസിസ് ആൻഡ് നോഡൽ അനാലിസിസ്, അതിൻ്റെ റിവ്യൂ മാത്രം. ഓക്കെ, അപ്പോൾ സിലബസ് ഒക്കെ ഓടിച്ച് പോവാണ്, കാരണം ഇതൊക്കെ എന്താ പഠിക്കാനുള്ളതെന്നൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാണ്. ഇതൊക്കെ നമ്മൾ ഇതിലൂടെ ഒക്കെ നമ്മൾ പോകും. ഓക്കെ, പിന്നെ സൂപ്പർ മെഷും സൂപ്പർ നോഡും, പിന്നെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിള്, സോഴ്സ് ട്രാൻസ്ഫോർമേഷന്, ഇതന്നെ ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഇതൊക്കെ നമ്മൾ എന്തിൽ ചെയ്യണം, DC-യിലും പഠിക്കണം, AC-യിലും പഠിക്കണം. അതായത് DC വോൾട്ടേജ് സോഴ്സും DC കറണ്ട് സോഴ്സ് കൊടുക്കുമ്പോഴും AC കൊടുക്കുമ്പോഴും എങ്ങനെയെന്നുള്ളതൊക്കെ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത തിയറായ തെവെനിൻ തിയറം, നോർട്ടൺ തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ഇത് നമ്മൾ എന്ത് പഠിക്കണം, DC-യിലും AC-യിലും ഇതുപോലെ പഠിക്കണം. കൂടാതെ എന്തിനും കൂടി പഠിക്കണം, ഡിപ്പെൻഡൻറ്റ് സോഴ്സിലും ഇൻഡിപെൻഡൻറ്റ് സോഴ്സിലും പഠിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, കാരണം നിങ്ങൾ S1ൽ പഠിച്ചാണ്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്താണ്, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഓരോ ബേസിക് സാധനങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, പിന്നെ അടുത്തതാണ് റെസിപ്രോസിറ്റി തിയറം. അത് എവിടെയാണ്, DC സർക്യൂട്ടിൽ അനാലിസിസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട്
എങ്ങനെ ചെയ്യുന്നത്, ഈ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇത് നല്ല വൃത്തിക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, വലിയ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ചെയ്യാൻ പറ്റും. അതായത് അതുകൊണ്ട് തന്നെ ഇത് ഗേറ്റിനും അല്ലെങ്കിൽ ഗേറ്റ് അതുപോലെ പല PSU എക്സാംസുകൾ ഇതിലൊക്കെ ഈ സബ്ജക്റ്റ് എന്തുണ്ടാവും, മെയിൻ ആയിട്ടുണ്ടാവും. ഇതൊരു കോർ പേപ്പറാണ് നിങ്ങളുടെ. ഓക്കെ, അതായത് ഇതൊരു എന്താ പറയുക ഫൗണ്ടേഷനാണ്. ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് ഇതിലുള്ള നോളജ് മൊത്തം ഇതുപോലെ അല്ലെങ്കിലും പവർ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യണം, അതുപോലെ മെഷീൻസിൽ അപ്ലൈ ചെയ്യണം, ഇലക്ട്രോണിക്സിൽ അപ്ലൈ ചെയ്യണം, അനലോഗ് ഇലക്ട്രോണിക്സിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ എല്ലാത്തിലും അപ്ലൈ ചെയ്യാനുള്ളത് ഈ നോളജാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആദ്യം ഫൗണ്ടേഷൻ നമ്മൾ എന്താണ് സെറ്റ് ആക്കാൻ പോവാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഞാൻ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയാം. അപ്പോൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും, കാരണം നിങ്ങൾ ഈ സാധനങ്ങൾ പഠിച്ചിട്ടില്ല. പഠിക്കുന്നതിന് മുമ്പേ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണിത് പഠിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടാനും വേണ്ടിയിട്ട് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഓരോ തിയറങ്ങളും സാധനങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളെങ്ങനെ എന്ത് ചെയ്യണം, റീവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് ഓ ഇതിനായിരുന്നല്ലേ, അപ്പോൾ നിങ്ങൾ പഠിച്ച സാധനത്തിന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണെന്ന് കിട്ടും. ഓക്കെ, ആദ്യം നമുക്കിത് എവിടെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള അറിയാം. ഇതൊരു മെഷീന് പോലെയോ അങ്ങനത്തെ സാധനമല്ല. ഇത് അനാലിസിസ് ചെയ്യാനും ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ എത്ര കറണ്ട് അതിൽ കൂടെ പോകണം, എത്ര അതിൽ കൂടെ പോകണം എന്നൊക്കെയുള്ള ഈ സെറ്റപ്പ് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് മെത്തേഡുകളാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നീട് റീവൈൻഡ് ചെയ്യണം. ഓരോ തിയറങ്ങളും സാധനങ്ങളും കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് റീവൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മെഷ് ആൻഡ് നോഡൽ അനാലിസിസ് ഇൻക്ലൂഡിങ് സൂപ്പർ മെഷും സൂപ്പർ നോഡ്സുകളും എവിടെ ഉപയോഗിക്കും, PCB ഡിസൈനിൽ ഉപയോഗിക്കും, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഡിസൈൻസുകൾ ഉപയോഗിക്കും. എന്താണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലൊക്കെ കണ്ടുള്ള ബോർഡുകൾ കണ്ടിട്ടില്ലേ, അതിലിങ്ങനെ എന്തുണ്ടാവും, സർക്യൂട്ടുകൾ പ്രിന്റ് ചെയ്ത പോലെ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയാം. പിന്നെ സ്മാർട്ട് ഹോം സർക്യൂട്ട്സിൽ ഉപയോഗിക്കും, ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക്സ് ഡയഗ്നോസ്റ്റിക്സിൽ ഉപയോഗിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടികളിലെ വയറിങ്ങും സാധനങ്ങളിൽ ഉപയോഗിക്കും. ആൻഡ് എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കും. പിന്നെ അടുത്ത സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അത് തന്നെ അതും ഇതുപോലെ അപ്ലൈഡ് ഇൻ ഓഡിയോ മിക്സർ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ സിഗ്നൽസ്, പവർ ഗ്രിഡ്സ് അണ്ടർ വേരിയസ് ലോഡ് ആൻഡ് അനലോഗ് നോയിസ് ഫിൽട്ടർ, ഇത്തരത്തിലുള്ള പല ആപ്ലിക്കേഷനും ഉപയോഗിക്കും. അപ്പോൾ ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ആൻഡ് ദഹിക്കില്ല. കാരണം എന്താ, നിങ്ങൾ ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിക്കും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷനും കൂടി മനസ്സിലാക്കാൻ വരണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷ് ആൻഡ് നോഡൽ അനാലിസിസ് ആണ്. അതായത് സൂപ്പർ മെഷും സൂപ്പർ നോഡും കൂടി ഇതിൻ്റെ കൂടെ പഠിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് അതേപോലെ തന്നെയുള്ള മറ്റൊരു സാധനമാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഇത് സിംപ്ലിഫൈ ഇൻവേർട്ടർ ഓർ UPS സർക്യൂട്ട്. ഇൻവേർട്ടർ UPS ഒക്കെ നിങ്ങൾക്ക് അറിയാം. ആംപ്ലിഫയർ ഡിസൈൻ, എംബഡഡ് സർക്യൂട്ട് ആൻഡ് സിമുലേഷൻ മോഡൽ ലൈക്ക് സ്പൈസ് എന്ന് പറഞ്ഞാൽ സിമുലേഷൻ മോഡലിലൊക്കെ ഉപയോഗിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ അടുത്തതാണ് തെവെനിൻ തിയറം. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുപോലെ നോർട്ടൺ തിയറം പഠിക്കാനുള്ളതാണ്. അതുപോലെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പഠിക്കാനുള്ളതാണ്. അതുപോലെ റെസിപ്രോസിറ്റി തിയറം പഠിക്കണം. അതായത് ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ മൊത്തം തിയറങ്ങളാണ്. ഈ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തിയറം എഴുതി വെച്ച് മാർക്ക് വാങ്ങുന്ന സെറ്റപ്പ് അല്ല. ഈ തിയറം അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്നാലും ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് എന്ത് വരും, ഏതെങ്കിലുമൊക്കെ തിയറം എഴുതാൻ വിത്ത് എക്സാമ്പിളായിട്ട് എഴുതാനൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെന്തുണ്ട്, ഓരോരോ എന്തുണ്ട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കണേ. യൂസർ ഇൻ ബാറ്ററി ലോഡ് ടെസ്റ്റിംഗ്, ഗ്രിഡ് അനാലിസിസ്, പവർ സിസ്റ്റം മോഡലിംഗ് ആൻഡ് മൊബൈൽ ചാർജർ ഡിസൈൻ ഫോർ വേരിയസ് ലോഡ്സ് ആൻഡ് നോർട്ടൺ തിയറം ഉപയോഗിക്കുന്ന അപ്ലൈഡ് ഇൻ കറണ്ട് മോഡ് സർക്യൂട്ട്, സോളാർ പാനൽ മോഡലിംഗ്, ഷോർട്ട് സർക്യൂട്ട് സേഫ്റ്റി ഡിസൈൻ, ഇത്തരത്തിലുള്ള ധാരാളം അപ്ലിക്കേഷനിൽ ഉപയോഗിക്കുക. ഇതൊന്നല്ല, അതിൻ്റെ അപ്പുറം ഉപയോഗിക്കുക. എന്ത് ഇലക്ട്രിക് സാധനത്തിലും അതിൻ്റെ ഒരു അനാലിസിസ് നടത്താൻ ഒരു നോർമൽ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള തിയറങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്സിലൂടെ പോകാം. ഓക്കെ, ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്സിലൂടെ പോകാം. അപ്പോൾ നോക്കടാ, നോഡ് എന്താണ് നോഡ്? എ നോഡ് ഈസ് എ ജംഗ്ഷൻ
വേർ 2 or more നെറ്റ്വർക്ക് എലമെന്റ്സ് ആർ കണക്റ്റഡ്. രണ്ടോ അതിൽ കൂടുതലോ നെറ്റ്വർക്ക് എലമെന്റ്സുകൾ കണക്ട് ചെയ്യപ്പെട്ട ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഒരു സർക്യൂട്ട്, സപ്പോസ് നമ്മുടെ സർക്യൂട്ട് ഇതാ ഇങ്ങനെയെന്ന് വിചാരിക്കാം. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇങ്ങനെയാണെന്ന് വിചാരിക്കേ. അപ്പൊ സർക്യൂട്ട് എലമെന്റ് എന്താ? സർക്യൂട്ടിലുള്ള ഓരോ എലമെന്റ്സുകളാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? എ നോഡ് ഈസ് എ ജംഗ്ഷൻ വേർ 2 or more നെറ്റ്വർക്ക് എലമെന്റ്സ് ആർ കണക്റ്റഡ്. ഇതൊരു നെറ്റ്വർക്ക് എലമെന്റ് ആണ്, ഇതൊരു നെറ്റ്വർക്ക് എലമെന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്യപ്പെട്ട ജംഗ്ഷൻ ഏതാണ്? ഇത്. അപ്പൊ ഇതെന്താണ്? ഒരു നോഡാണ്. ഇതെന്താണ്? നെറ്റ്വർക്ക് 2 or more, രണ്ടിൽ കൂടുതൽ കണക്ട് ചെയ്തതിനും എന്ത് വിളിക്കും? നോഡ് എന്ന് വിളിക്കും. അപ്പൊ ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, അങ്ങനെ ധാരാളം നോഡുകളുണ്ട്. ഓക്കെ, പക്ഷെ അപ്പൊ ഇവിടെ ഏതൊക്കെയുണ്ട്? ഇതിനെ വിളിക്കാം, ഇതിനെ വിളിക്കാം, ഇതിനെ വിളിക്കാം. ഓക്കെ, നോഡായിട്ട്. പക്ഷേ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അനാലിസിസും കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇതിൽ കൂടെ പോകുന്ന ഈ കറണ്ട് തന്നെയാണ് ഈ നോഡിൽ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് മെയിൻലി പ്രശ്നം വരുന്ന നോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് മെയിൻലി നോക്കുന്ന നോഡുകൾ നമ്മൾ ഇവിടെ ആയിരിക്കും, അല്ലേ? കാരണം എന്താ? ഇവിടെ ഈ വരുന്ന കറണ്ട് ഇങ്ങോട്ടും പോവും, ഇങ്ങോട്ടും പോവും, സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി നമുക്ക് ആ ബ്രാഞ്ചിലൂടെ പോകുന്നതും ഈ ബ്രാഞ്ചിലൂടെ പോകുന്നതും കണ്ടുപിടിക്കേണ്ടി വരും. ഇനി ഇവിടെ ഒരു നോഡ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ നോഡിന്റെ പ്രത്യേകത നോക്കടാ. ഇപ്പൊ ഞാനേ ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ ഒരു നോഡുണ്ട് എന്നാണ്. പക്ഷെ ഇത് ഒന്നായിട്ട് ഒറ്റ സിംഗിൾ നോഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. കാരണം എന്താ? ഇപ്പൊ ഞാനൊരു വയർ ഇങ്ങനെ വളച്ച് ഇങ്ങനെ വെച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ നോഡുണ്ടെന്ന് തോന്നിയത്. ഞാൻ അതിന് വയർ ഇതാ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതൊരു സിംഗിൾ ആയിട്ട് തോന്നിയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും അതൊരു റെഫറൻസ് നോഡായിട്ടാണ് നമ്മളെ ഈസി പർപ്പസിന് ഉപയോഗിക്കുക. അതെന്നെ എടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സർക്യൂട്ടുകളിൽ നമ്മൾ ഇതായിരിക്കും റെഫറൻസ് നോഡായിട്ട് എടുക്കുക. റെഫറൻസ് നോഡായിട്ട് എടുക്കുമ്പോൾ അതെന്തായിരിക്കും? ഗ്രൗണ്ടായിട്ട് എടുക്കുക ചെയ്യുക. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കും. നോഡൽ അനാലിസിസ് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി ബ്രാഞ്ച്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആൻ എലമെന്റ് ഓർ നമ്പർ ഓഫ് എലമെന്റ് കണക്റ്റഡ് ബിറ്റ്വീൻ 2 നോഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ബ്രാഞ്ച്. അതായത് രണ്ട് നോഡുകൾക്കിടയിൽ ഉള്ള എലമെന്റ്, ഒരു എലമെന്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഉള്ള എലമെന്റിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ വേണമെങ്കിൽ ഒരു ചെറിയ ബ്രാഞ്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഇതിനെ മൊത്തത്തിൽ ഇതൊരു ബ്രാഞ്ച് ആണെന്ന് പറയാം. ഈ നോഡിനും ഈ നോഡിനെതിരെയുള്ള ഇതെന്താ പറയാം? ഒരു ബ്രാഞ്ചാന്ന് പറയാം. ഇത് രണ്ട് നോഡുകൾക്കിടയിലായതുകൊണ്ട് ഇതിനെ ബ്രാഞ്ച് എന്ന് പറയാം. ഒരു എലമെന്റോ അതിൽ ഒന്നിൽ കൂടുതൽ എലമെന്റോ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇത്തരത്തിലുള്ള നോഡുകൾക്കിടയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രാഞ്ച് എന്ന് വിളിക്കുക. അടുത്തത് ലൂപ്പ്. ഓക്കെ, അപ്പൊ ലൂപ്പ് എന്താ? എ ലൂപ്പ് ഈസ് എനി ക്ലോസ്ഡ് പാർട്ട് ഓഫ് ദ സർക്യൂട്ട്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് കണ്ടോ, ഞാൻ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇവിടെ തന്നെ തിരിച്ചെത്തിക്കാൻ അതെന്തായി? ഒരു ലൂപ്പായി. കാരണം എന്താ? അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലേ, ക്ലോസ്ഡ് പാർട്ട് അല്ലേ? ഇതൊരു ക്ലോസ്ഡ് പാർട്ട് അല്ലേ? ഓക്കെ, ഇനി അപ്പൊ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആയാലും എന്താ? അത് വേറൊരു ലൂപ്പാണ്. ഇനി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എത്തിയാലോ? അത് മറ്റൊരു ലൂപ്പാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തത് മെഷ്. എ മെഷ് ഈസ് ദ മോസ്റ്റ് എലിമെന്ററി ഫോം ഓഫ് എ ലൂപ്പ്. ലൂപ്പിന്റെ ഏറ്റവും എലിമെന്ററി ഫോമിനെയാണ്, മോസ്റ്റ് എലിമെന്ററി ഫോം ഓഫ് ദ ലൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കനോട്ട് ബി ഫർദർ ഡിവൈഡ് ഇൻ ടു അതർ ലൂപ്പ്. മറ്റൊരു ലൂപ്പായിട്ട് പിന്നെന്ത് ചെയ്യാൻ പറ്റില്ല? ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് തന്നെയാണ്, പക്ഷെ ഏറ്റവും എലിമെന്ററി ഫോം. ഇനി അതിൻ്റെ ഉള്ളിൽ ഇനി എന്താക്കാൻ പറ്റില്ല? മറ്റൊരു ലൂപ്പിനെ ഏറ്റവും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ലൂപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് എല്ലാ മെഷുകളും ലൂപ്പാണ്, ബട്ട് എല്ലാ ലൂപ്പുകളും മെഷ് അല്ല. എന്താണ് മെഷ് എന്നുള്ള ഒന്നും കൂടി പറയാം. ഇത് ഞാൻ പറഞ്ഞു ഇതൊരു ലൂപ്പാണെന്ന്, അല്ലേ? അതുപോലെ ഇതൊരു ലൂപ്പാണെന്ന് പറഞ്ഞു, അതുപോലെ ഇതും ഒരു ലൂപ്പാണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ?
സ്റ്റിൽ ഇതെന്താണ്, മെഷാണ്. ഇതിനെ ഇനി വേറെ, അതായത് ഈ ലൂപ്പിനെ എനിക്ക് രണ്ട് ലൂപ്പുകളായിട്ടും കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ഇതിനെ എനിക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഫിക്സ് ആയില്ലേ? കാരണം ഇനി അതിൻ്റെ ഉള്ളിൽ ഇനി വേറെ ഓപ്ഷൻസ് ഇല്ലല്ലോ. അങ്ങനെ ഏറ്റവും എലിമെൻ്ററി ഫോമിലുള്ള ഇതിനെയാണ് മെഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് മെഷാണ്, ഇതെന്താണ്, മെഷാണ്. സ്റ്റിൽ ഇതെന്താണ്, ഇത് രണ്ടും എന്താണ്, ലൂപ്പുമാണ്. ഇത് ലൂപ്പ് മാത്രമാണ്. കാരണം എന്താ, അതിനെന്താക്കാൻ പറ്റും, ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് മെഷുകൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ രണ്ട് ലൂപ്പും കൂടി ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം, നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് ലൂപ്പ്, ഇത് മെഷ്. also it's a loop. All meshes are loops but all loops are not meshes. Okay അല്ലേ? ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഞാനൊന്ന് ബേസ് ആയിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ഇതൊന്നല്ല നമുക്ക് എക്സാമിന് വരാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യമൊന്നും ഇതല്ല. അതുകൊണ്ടാണ് ഞാൻ അധികം സമയം ഇതിൽ കളയാത്തത്. നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി ആദ്യം കിർച്ചോഫ് ലോ. ഇത് നിങ്ങൾ കുറേ കാലമായിട്ട് പഠിക്കുന്നതാണ്, എന്നാലും ഒരു വട്ടം കൂടി പറയാം. കിർച്ചോഫ് കറന്റ് ലോ എന്താ പറയുന്നത്? ദ ഓൾജിബ്രായിക് സം ഓഫ് കറന്റ് ലീവിംഗ് ഓർ എൻറ്ററിങ് എ നോഡ് ഇൻ എ സർക്യൂട്ട് ഈസ് 0 അറ്റ് ഓൾ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഒരു നോഡിലോട്ട് വരുന്ന കറന്റ് അറ്റ് എ ഇൻസ്റ്റന്റ് ഓഫ് ടൈം എന്താണ്, വരുന്നതും ലീവിങ്ങിൻ്റെയും കറണ്ട് വരികയും കറണ്ട് പോകുന്നതിൻ്റെയും ഓൾജിബ്രായിക് സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടുമെന്ന് പറഞ്ഞു. അതായത് ഇവിടെ നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു നോഡ് O എന്ന് പറഞ്ഞ നോഡിൽ എന്ത് വരുന്നുണ്ട്, കുറേ കറണ്ട് വരുന്നുണ്ട്, കുറേ കറണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഓൾജിബ്രായിക് സം ഒക്കെ എടുത്ത് നോക്കാം. അതായത് ഇവിടെ കറണ്ട് ഏതൊക്കെ കറണ്ടാണ് ഇതിലോട്ട് വരുന്നത് നോക്ക്. ഏതൊക്കെ കറണ്ടാണ് വരുന്നത്? ഇതാ I1 കറണ്ട് ഇതാ ഇങ്ങോട്ട് വരികയാണ്. കണ്ടോ, I1 എന്ന് പറഞ്ഞ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താ, ഇങ്ങോട്ടാണ്, നോഡിലോട്ടാണ് വരുന്നത്. പിന്നെ ആരാ വരുന്നത്? ഇതാ I5 എന്ന് പറഞ്ഞ കറണ്ടും അങ്ങോട്ടാണ് വരുന്നത്. പിന്നെ I3യും അങ്ങോട്ടാണ് വരുന്നത്. I2 നോഡിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ I4 എന്താ, I4 നോഡിൽ നിന്ന് പോവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം, ഓൾജിബ്രായിക് സം എങ്ങനെ എഴുതാം, നമുക്ക് എങ്ങനെ എഴുതാം? വരുന്ന എൻറ്ററിങ് കറണ്ട് I1 പ്ലസ് I5 പ്ലസ് I3. എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു, അതായത് ഒന്നല്ലേ നമുക്ക് എന്ത് ചെയ്താം, ഓൾജിബ്രായിക് സം ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം, എൻറ്ററിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ലീവിങ് കറണ്ട് എന്നും പറയാം. ഇത് രണ്ടും ഒരേ ഇക്വേഷൻ തന്നെയാണ് കിട്ടാൻ. അപ്പോൾ നമുക്ക് ഓൾജിബ്രായിക് സം ആദ്യം എഴുതാം, എന്നിട്ട് മറ്റേത് എങ്ങനെ വരുന്നത് പറഞ്ഞുതരാം. മൈനസ്, അതായത് ഞാൻ നോഡിലോട്ട് വരുന്നതൊക്കെ പോസിറ്റീവ് സൈൻ എടുത്തു, പോകുന്നതൊക്കെ നെഗറ്റീവ് എടുത്തു. അപ്പോൾ പോകുന്നത് എന്താണ്, I2 മൈനസ് I4 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വരുന്ന കറണ്ടുകൾ I1 പ്ലസ് I5 പ്ലസ് I3 മൈനസ് പോകുന്ന കറണ്ടിന് ഞാൻ നെഗറ്റീവ് സൈൻ ഇട്ടു, മൈനസ് I2 മൈനസ് I4 ഈക്വൽ ടു 0. അതായത് കറണ്ടിനെ നിങ്ങൾ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, സം ചെയ്യാൻ. അതാണ് ഓൾജിബ്രായിക് സം എന്ന് പറഞ്ഞത്. ഓക്കെ, വരുന്നതൊക്കെ ഞാൻ പോസിറ്റീവ് എടുത്തു, പോകുന്നതൊക്കെ നെഗറ്റീവ് എടുത്തു. നിങ്ങൾക്ക് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചെടുത്തോളൂ. അതായത് പോകുന്നതൊക്കെ പോസിറ്റീവ് എടുക്കണം എന്ന് പറഞ്ഞാൽ എടുത്തോളൂ, ഒരു പ്രശ്നമില്ല. എൻ്റെ വരുന്നതൊക്കെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാലും ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താ, ഇവിടെ ഈക്വൽ ടു 0 ആണ്. ഇതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുകഴിഞ്ഞാൽ ഒരേ ഇക്വേഷൻ കിട്ടും. ഈ മൈനസുള്ളൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയല്ലോ, I1 പ്ലസ് I5 പ്ലസ് I3 ഈസ് ഈക്വൽ ടു I2 പ്ലസ് I4. ഇതെന്താണ്, കറണ്ട് എൻറ്ററിങ്, ഇതോ കറണ്ട് ലീവിങ് അല്ലേ? കറണ്ട് എൻ്റർ ചെയ്യുന്നതും കറണ്ട് ലീവ് ചെയ്യുന്നതാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലോ, കിർച്ചോഫ് വോൾട്ടേജ് ലോ നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, ദ ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് ഇൻ എനി ക്ലോസ്ഡ് പാത്ത് ഇൻ എ സർക്യൂട്ട് ഈസ് 0 അറ്റ് ഓൾ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. എല്ലാ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലും
ദ ഓൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് ഇൻ എ ക്ലോസ്ഡ് പാത്ത് എന്താണ്? 0 ആയിരിക്കും. സർക്യൂട്ടിൽ ഒരു ക്ലോസ്ഡ് പാത്തിൽ ഉള്ള വോൾട്ടേജിന്റെ എന്തെടുത്തു കഴിഞ്ഞാൽ ഓൾജിബ്രായിക് സം എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ഇതിലെന്താ നോക്കണം? വോൾട്ടേജിന്റെ ഡയറക്ഷൻസ് അറിയണം. അപ്പോൾ നമുക്ക് എന്ത് വേണം? സൈൻ കൺവെൻഷൻ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കാന്ന് പറയാം. 2 രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അത് 2 രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഉത്തരം കിട്ടും. പക്ഷെ രണ്ടും കൂടി നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഇല്ലാതാവും. അതായത് എപ്പോഴും ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒരു മെത്തേഡ് എപ്പോഴും ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സൈൻ കൺവെൻഷൻ നോക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഈ സർക്യൂട്ടിലൂടെ ഇങ്ങനെ പോകുന്ന കറണ്ട് എത്രയെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ കറണ്ട് നമുക്ക് ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ ഒരു പരിപാടി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് പഠിക്കാം? സൈൻ കൺവെൻഷൻ പഠിക്കാം. അപ്പൊ സൈൻ കൺവെൻഷൻ പറഞ്ഞത് ഇതുപോലെ തന്നെ ആവണമെന്നില്ല, അതിന്റെ ഓപ്പോസിറ്റ് ആയാലും സെയിം ആയിരിക്കും എഫക്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു സൈൻ കൺവെൻഷൻ പറയാൻ പോവാണ്. അതായത് ഇപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, ഒരു ബാറ്ററി എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ കറണ്ട് ആയിട്ട് നമ്മുടെ കറണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് പോസിറ്റീവ്, നെഗറ്റീവ്. ഓക്കെ, if we go from positive terminal of the battery or source to the negative terminal, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ട് പോവാണ്. there is a fall in potential. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എന്താണ്? fall in potential ആണ്. so the EMF should be assigned as negative sign. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള കേസിൽ അതായത് പോസിറ്റീവ്, നമ്മൾ കറണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവിനെ കണ്ടു. ഈ പോസിറ്റീവിൽ നിന്ന് പിന്നെ കറണ്ട് ഇങ്ങനെ നെഗറ്റീവ് സൈനിലോട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിപ്പോൾ ഒരു 20 വോൾട്ട് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ത് കൊടുക്കുക? -20 വോൾട്ട് എന്ന് കൊടുക്കുക. നെഗറ്റീവ് സൈൻ അസൈൻ ചെയ്യുക. ഓക്കെ, ഇനി ഇൻ കേസ് ഇഫ് വി ഗോ ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ, അതായത് അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് വെച്ചോ. അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ്? ഒരു റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? EMF ഷുഡ് ബി ഇൻ പോസിറ്റീവ്. ഓക്കെ, ഗിവൺ ആസ് പോസിറ്റീവ് സൈൻ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് കറണ്ട് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? +20 വോൾട്ട് എന്ന് കൊടുക്കും. ഇവിടുന്ന് അങ്ങോട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ നമ്മൾ -20 വോൾട്ട് എന്ന് കൊടുക്കുന്ന പോലെ നെഗറ്റീവ് സൈനിൽ നിന്ന് എങ്ങോട്ട് വരികയാണെങ്കിൽ പോസിറ്റീവ് സൈനിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് സൈൻ കൊടുക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഒന്നും കൂടി പറയാം, കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ഇങ്ങനെ KVL അപ്ലൈ, നിങ്ങൾ KVL അപ്ലൈ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. KVL അപ്ലൈ ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു വോൾട്ടേജ് സോഴ്സിനെ കണ്ടു. നമ്മളെ കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ടാണ് വന്നിരുന്നത്. ഇത് പോസിറ്റീവ്, നെഗറ്റീവ്. നോക്കുമ്പോൾ എന്താണ്? പോസിറ്റീവ് ടെർമിനൽ ആദ്യം വരുന്നു, പിന്നെ നെഗറ്റീവ് ടെർമിനൽ വരുന്നു. അപ്പോൾ എന്താണ്? fall in potential ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇതിപ്പോൾ ഒരു 20 വോൾട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? -20 വോൾട്ട് എന്ന് ആ അൾജിബ്രായിക് സം ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ അതിൻ്റെ സൈന് നെഗറ്റീവ് കൊടുക്കുന്നു. ഇൻ കേസ് അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലോ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. നെഗറ്റീവ് ആദ്യം കണ്ടു, പിന്നെ പോസിറ്റീവ് കണ്ടു. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട് ഒരു റൈസിങ് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് സൈൻ കൊടുക്കുന്നു, 20 വോൾട്ട് എന്ന് കിട്ടുന്നു. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യും. ഇതിലെല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഇനി അടുത്ത കേസ്. ഇനി ഇത് നമ്മൾ ആരെ കാര്യമാണ് പറഞ്ഞത്? വോൾട്ടേജ് സോഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ആരെ കാണാണ്? വെൻ കറണ്ട് ഫ്ലോ ത്രൂ എ റെസിസ്റ്റർ, ഒരു റെസിസ്റ്ററിലൂടെയാണ് പോകുന്നെങ്കിൽ there is a voltage drop across it. അതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. if we go through the resistor in the same direction as the current, അതായത് നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലാണ് റെസിസ്റ്ററിലൂടെയുള്ള പോകുന്ന കറണ്ടും. അതായത്
ഇഫ് വി ഗോ ത്രൂ ദ റെസിസ്റ്റർ ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ കറണ്ട്, കറണ്ടിന് അതേ ഡയറക്ഷൻ തന്നെയാണ് നമ്മൾ പോകുന്നെങ്കിൽ ദർ ഈസ് എ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ, അവിടെ എന്തുണ്ടാവും, പൊട്ടൻഷ്യലിൽ ഫോൾ ഉണ്ടാവും. കാരണം എന്താ, അവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. റെസിസ്റ്റർ എന്താവും, അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കും. ഏത് വോൾട്ടേജ് ഡ്രോപ്പ്, ആയിക്കൂടെ പോകുന്ന കറണ്ടിൻ്റെ അവിടുത്തെ റെസിസ്റ്റൻസ്. ഇതാണല്ലോ V = IR അല്ലേ, ഇതായിരിക്കും അവിടുത്തെ എന്തുണ്ടാവുക, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. ഓക്കെ, ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ദർ ഈസ് എ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ അല്ലേ, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ടായില്ല ആ കാരണം കൊണ്ട്, അതേ ഡയറക്ഷനിൽ പോയതുകൊണ്ട്. അതുകൊണ്ട് എന്താണ്, ദർ ഈസ് എ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ. സോ നമ്മൾ എന്തെടുക്കും, നെഗറ്റീവ് സൈൻ എടുക്കും. സോ fall in potential, so the sign of the voltage drop is negative. നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് അത് എടുക്കുക. ഓക്കെ, if we go opposite the direction of current flow, ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നെങ്കിൽ, അതായത് കറണ്ടിന്റെ റെസിസ്റ്ററിലുള്ള കേസിൽ കറണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നെങ്കിൽ there is a rise in potential. അതുകൊണ്ട് എന്താവും, ഒരു റൈസ് ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. the voltage should be given as പോസിറ്റീവ് സൈൻ ആയിട്ട് എടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ കൺവെൻഷനും ഉണ്ട്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, എന്നാലും ആൻസർ ഒന്നും തെറ്റില്ല. ഇത് സൈൻ കൺവെൻഷനാണ്, ഓരോ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ ഇതിൽ നിന്ന് ഇതെടുത്ത് ഇത് രണ്ട്, അതായത് ഈ റൂൾസ് എപ്പോഴും ഒരേപോലെ അപ്ലൈ ചെയ്യണം. ഒരിക്കലും ഈ സൈൻ കൺവെൻഷനിൽ നിന്ന് ഇത് കൊടുത്തു, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള മറ്റേ സൈൻ കൺവെൻഷനും എടുത്തു കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റി. ഓക്കെ, ഫുൾ റൂളും ഒരു ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൊത്തം ഒപ്പം അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ടോ, ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് I എന്ന് പറഞ്ഞ കറണ്ടാണ്. ഇതാ ഇതിലൂടെ പോയി തിരിച്ചു വരുന്ന ഈ കറണ്ട്, ഈ I എന്ന് പറഞ്ഞ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ KVL എന്ത് ചെയ്യാം, അപ്ലൈ KVL അപ്ലൈ ചെയ്യാം. ഞാനെന്താണ്, എൻ്റെ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്, ഇതാ ഇങ്ങനെയല്ല പോകുന്നത്, ഇങ്ങനെയല്ല എൻ്റെ കറണ്ട് പോകുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, നോക്കടാ, ഞാനിതാ നെഗറ്റീവ് ടെർമിനൽ കണ്ടു, ഇവിടെ പോസിറ്റീവ് ടെർമിനൽ കണ്ടു. അതായത് നെഗറ്റീവ് പോസിറ്റീവിലോട്ടാണ്, ഇങ്ങനെയല്ല ഇതിൻ്റെ ഡയറക്ഷൻ. നെഗറ്റീവ് പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ എന്താ, അവിടെ റൈസ് ഇൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഞാൻ എന്തിടും, +50 നമ്മളിങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ, നമുക്കറിയാലോ. 50 എന്നെഴുതി. പിന്നെ എന്ത് ചെയ്യും, ഞാനിതാ അടുത്ത റെസിസ്റ്ററിൻ്റെ അങ്ങോട്ടെത്തി. കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത്, നമ്മളെ മൂവ്മെൻറ്റും അങ്ങോട്ട് തന്നെയാണ്. റെസിസ്റ്ററിൻ്റെ അങ്ങോട്ടെത്തിയ സമയത്ത് എന്തായിരിക്കും, റെസിസ്റ്ററിൽ എന്തുണ്ടാവും, ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ. ആ ഡ്രോപ്പ് എത്രയായിരിക്കും, അവിടുത്തെ കറണ്ട്, അതിലൂടെ പോകുന്ന കറണ്ട് ആരാണ്, I ആണ് നമ്മളെ കറണ്ട്. I ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അത് ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫോൾ ഇൻ പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഇനി ഒരു വട്ടേ എങ്ങനെ പറയുള്ളൂ, പിന്നെ നമ്മൾ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും, -5I എന്ന് കിട്ടും. ഈ 5I എന്താണ്, ഇതിന് അക്രോസ് ആയിട്ട് ഇവിടെ എന്താണ്, ഇവിടെ ഡ്രോപ്പായി പോയ വോൾട്ടേജ് ആട്ടോ 5I. അതിന് സൈൻ എന്തായി, നെഗറ്റീവായി, ഡ്രോപ്പ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ എവിടെ എത്തി, പോയി ഇവിടെ എത്തിയപ്പോൾ എന്താണ്, റെസിസ്റ്ററെ കണ്ടു, ഡ്രോപ്പ് വരും, എന്ത് ചെയ്താ, -1.2I. ഓക്കെ, നമ്മൾ ഡയറക്ഷൻ തന്നെ അത് നോക്കണം. റെസിസ്റ്ററെ കേസിൽ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ ഇതേ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അവിടെ എന്തായാലും ഡ്രോപ്പ് വരും, കറണ്ട് ആയിക്കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പ് വരും. ഓക്കെ, പിന്നെയാണ് പണി. ഇനി ഇങ്ങനെ എത്തി, ഇവിടെ എത്തിയപ്പോൾ ആരെ കണ്ടു, പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. എന്ത് സംഭവിക്കുന്നു, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു, പൊട്ടൻഷ്യൽ ഫാൾ ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് അല്ലേ, നമ്മളിവിടെ പറഞ്ഞില്ലേ, പോസിറ്റീവ് നെഗറ്റീവ് പറയുമ്പോൾ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് സൈൻ ഇടുന്നു. -16 = 0. എന്താണ്, ഇവിടെ തന്നെ എത്തിയില്ലേ. അപ്പോൾ നമ്മൾ KVL അപ്ലൈ ചെയ്തു. നമ്മളെന്താ ഇവിടുന്ന് തുടങ്ങി, എന്താണ്, റൈസിങ് പൊട്ടൻഷ്യൽ കണ്ടു. അത് ഒന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട് പോകുമ്പോൾ എന്താണ്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട് പോകുമ്പോൾ എന്താണ്, പോസിറ്റീവ്. അതേപോലെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് പോകുമ്പോൾ കുറയല്ലേ, അപ്പം എന്ത്, നെഗറ്റീവ്. ഇനി ഇതെന്താ ചെയ്താൽ മതി, ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി.
നോക്കടാ, ഈ ഐ ഉള്ള ടേമിലൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 50 - 16 ഈക്വൽ ടു 5i പ്ലസ് 1.2i, അതായത് 50 - 16 ഈക്വൽ ടു 34 ഈക്വൽ ടു 6.2i, therefore i is equal to 34 divided by 6.2 which is equal to എത്രയാണ് 34 divided by 6.2. നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് മാക്സിമം കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. ഓക്കെ, മാക്സിമം കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. കാരണം നിങ്ങൾക്ക് എന്താണ്, കാൽക്കുലേറ്റർ എക്സാമിന് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ കാൽക്കുലേറ്റർ എക്സാമിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നും കാര്യമില്ല, നമുക്ക് മാക്സിമം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ശീലമുള്ള ഒരാൾക്കായിരിക്കും ഫാസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുക. ഓക്കെ, അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ്, കുറേ സമയം എന്തുണ്ട് അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ചെയ്താന്ന് പറഞ്ഞാൽ ഇതൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. KVL എങ്ങനെ അപ്ലൈ ചെയ്തെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾക്ക് എന്ത് കിട്ടി, 5.48 ആംപിയർ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സബ്ജക്റ്റിലോട്ട് ഓരോന്നായിട്ട് കടക്കാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടോ മെഷ് അനാലിസിസ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെയാണ്, മെഷ് അനാലിസിസ് എന്ന ടോപ്പിക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെഷ് എന്താണ് നമ്മൾ പഠിച്ചു. മെഷ് ഈസ് ഡിഫൈൻഡ് ആസ് ലൂപ്പ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി അതർ ലൂപ്പ് വിത്തിൻ ഇറ്റ്. അതിൻ്റെ ഉള്ളിൽ വേറെ ലൂപ്പ് ഇല്ലാത്ത മോസ്റ്റ് എലിമെന്ററി ഫോം ഓഫ് ദ ലൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെഷ് അനാലിസിസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്ത് പഠിക്കാം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിയുന്നതുകൊണ്ട് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ സ്റ്റെപ്പ് പറയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ദ മെഷ് മനസ്സിലാക്കണം. ദെൻ അസൈൻ എ ഡയറക്ഷൻ ടു ഇറ്റ് ആൻഡ് അസൈൻ ആൻ അൺനോൺ കറണ്ട് ഇൻ ഈച്ച് മെഷ്. നമ്മൾ ഓരോ മെഷും മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു അൺനോൺ കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡയറക്ഷനിൽ ഇടാം. ഓക്കെ, ഇവിടെ കണ്ടോ, നമുക്കിവിടെ ഇതൊരു മെഷ്, ഇതൊരു മെഷ്, ഇതൊരു മെഷ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ അൺനോൺ കറണ്ടുകൾ ഇട്ടു. ഓക്കെ, ഇവിടെ ഞാൻ I1 ഇതാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇട്ടു. ഇത് ക്ലോക്ക് വൈസ് തന്നെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇടാം, നമ്മൾ ഇഷ്ടത്തിന് ഇടാം, എവിടേക്ക് വേണമെങ്കിലും ഇടാം, ഒരു കുഴപ്പമില്ല. ഇതാ ഇങ്ങനെ ഇടാം, I2 തിരിച്ചു വേണമെങ്കിൽ ഇടാം, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇട്ടിട്ടുള്ളത്. മൂന്നാമത്തെ മെഷ് ഇതാണ്, അതെന്താണ് I3. ഓക്കെ, അടുത്തെന്താ, അസൈൻ ദ പൊളാരിറ്റി ഫോർ വോൾട്ടേജ് അക്രോസ് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് പൊളാരിറ്റി കൊടുക്കാനാണ്. അത് നമുക്ക് KVL ഇപ്പോൾ പഠിച്ചതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി എന്താണ്, അപ്ലൈ KVL അറൗണ്ട് ദ മെഷ് ആൻഡ് യൂസ് ഓംസ് ലോ ടു എക്സ്പ്രസ് ദ ബ്രാഞ്ച് വോൾട്ടേജ്. ബ്രാഞ്ച് വോൾട്ടേജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓംസ് ലോ ഉപയോഗിക്കാൻ, അതായത് ആ ഡ്രോപ്പ് I × R എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാൻ, V = IR അല്ലേ ഓംസ് ലോ, അത് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇൻ ടേംസ് ഓഫ് അൺനോൺ മെഷ് കറണ്ട്, ഈ അൺനോൺ മെഷ് കറണ്ടിൻ്റെ ടേംസിൽ ഉപയോഗിക്കാൻ. ആൻഡ് ദ റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് അൺനോൺ മെഷ് കറൻറ്റും റെസിസ്റ്റൻസും വെച്ചിട്ട് എന്ത് ചെയ്യുക, വോൾട്ടേജ് ഫോർമുല, ബ്രാഞ്ച് വോൾട്ടേജ് എക്സ്പ്രസ് ചെയ്യുക ഓംസ് ലോയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, കിട്ടുന്ന ഇക്വേഷൻ, ആ ഇക്വേഷൻ എല്ലാത്തിനും കൂടിയും സൈമിൾട്ടേനിയസ് ഇക്വേഷൻ, സോൾവ് ദ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഫോർ അൺനോൺ മെഷ് കറണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഈ I1 ഉം I2 ഉം I3 ഉം കണ്ടുപിടിക്കുക. ഇതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മെഷ് അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ പല സാധനങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, മെഷ് അനാലിസിസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഈ സർക്യൂട്ട് കണ്ടല്ലോ. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ കറന്റ് I1, I2 ആൻഡ് I3 യൂസിങ് മെഷ് അനാലിസിസ്. I1 ഉം I2 ഉം I3 ഉം മെഷ് അനാലിസിസ് വഴി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കണ്ടോ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു I1, ഇതൊരു മെഷാണ്, ഇത് രണ്ടാമത്തെ മെഷ്, ഇത് മൂന്നാമത്തെ മെഷ്. മെഷ് എന്ന് ഉദ്ദേശിച്ച് ഈ ക്ലോസ്ഡ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതിൻ്റെ ഉള്ളിലുള്ള I1 കണ്ടുപിടിക്കണം, I2 കണ്ടുപിടിക്കണം, I3 കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും, ഓരോ മെഷിലും നമ്മൾ എന്ത് ചെയ്യും, എന്ത് അപ്ലൈ ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ഫോർ മെഷ് 1 അപ്ലൈ KVL. നമുക്ക് എന്ത് ചെയ്യാം,
KVL അപ്ലൈ ചെയ്യാം. KVL എന്താണ്? ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതാ പ്ലസ് നിന്ന് മൈനസ്ക്ക് വന്നു. എന്താണ്? ഫോളല്ലേ? പ്ലസ് നിന്ന് മൈനസ്ക്ക് വന്നു. ഒരു വീഴ്ചയല്ലേ? അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആലോചിച്ച് വെക്കുക. എപ്പോഴും നമുക്കിത് മറക്കരുത്, നമുക്കിത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എങ്ങനെയെങ്കിലും ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കാനുള്ള എന്തെങ്കിലും മെത്തേഡ്. ഞാൻ പറഞ്ഞല്ലോ, പ്ലസ് ഒരു വലിയ സംഖ്യയായിട്ട് കരുതിക്കോ, മൈനസ് ഒരു ചെറുതായിട്ട് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ വലുതിന്ന് ചെറുതിലോട്ട് വന്നു. അപ്പം എന്താണ്? ഫാളാണ്, നെഗറ്റീവായിട്ട് എടുക്കുക. ഇനി നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട് പോയി, ചെറുതിന്ന് വലുതിലോട്ട് പോയി, അപ്പോൾ ഒരു എന്താണ്? റൈസ് ആണ്. അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഈ രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് ഇത് മറക്കാതിരിക്കുക എപ്പോഴും. ഓക്കെ അല്ലേ? അപ്പം എന്താണ്? പ്ലസ് നിന്ന് മൈനസ്ക്ക് വന്നു. എന്ത് സംഭവിച്ചു? -10 അല്ലേ? വലുതിന്ന് ചെറുതിലോട്ട് വന്നു. ഓക്കെ, ഫോളാണ്. ഇനി -10 ഇവിടെ എന്താണ്? ഇവിടുത്തെ കറണ്ട് എന്താണ്? 10 × I1 എന്തായിരിക്കും? പിന്നെ ഡ്രോപ്പാണ്, റെസിസ്റ്ററിലൂടെ പോയ ഡ്രോപ്പാണ്. പിന്നെ ഇതിൽ ഒന്നും നോക്കാനൊന്നുമില്ല. 10 I1 ഇനിയാണ് നോക്കേണ്ടത്. ഇനി അതായത് ഇവൻ ഇവിടെ എത്തി. ഇനി ഇവിടെ എത്താണ്. ഇവിടെ എത്തുമ്പോൾ നോക്ക്, I1 കറണ്ട് ഇതാ ഇങ്ങനെ താഴോട്ടാ പോകുന്നത്. I1 അല്ലേ? താഴോട്ട് പോയിട്ട് ഇങ്ങനല്ലേ പോകുന്നത് I1 കറണ്ട്. I2 കറണ്ടോ? I2 കറണ്ട് ഇതാ ഇത് ഇങ്ങനെ വന്ന് ഇതാ I2 കറണ്ട് മുകളിലോട്ടാ പോകുന്നത്. അതായത് I1 കറണ്ട് പോകുന്നത് ഇതാ ഈ ഡയറക്ഷൻ. ഇതാണ് I1 താഴോട്ടും I2 മുകളിലോട്ടും. അപ്പോൾ ഇവിടെ എന്ത് കറണ്ട് ഉണ്ടാവും? I1 - I2 കറണ്ട് അല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെഷിനെ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക I1 കൂടുതൽ കറണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, I1 - I2 ആയിരിക്കും. അപ്പോൾ എന്താണ്? പക്ഷെ ഇവിടെ എന്താണ്? ഡ്രോപ്പല്ലേ സംഭവിക്കുക. എന്ത് വന്നു കഴിഞ്ഞാലും ഡ്രോപ്പല്ലേ സംഭവിക്കുക. കാരണം എന്താ? അവിടെ റെസിസ്റ്ററിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഡ്രോപ്പാണ്. അപ്പം -20 × I1 - I2 which is equal to 0. ഓക്കെ, നമ്മൾ ഇക്വേഷൻസിനൊക്കെ നമുക്ക് എന്താണ്? കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താക്കണം? ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു നല്ലൊരു ഫോർമാറ്റിൽ എത്തണം. അതായത് I1 ഇരിക്കുന്നതൊക്കെ ആദ്യം വെക്കുക, പിന്നെ I2 ഇരിക്കുന്നത് വെക്കുക, ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് ആരെ വെക്കുക? കോൺസ്റ്റന്റ് ടേംസുകൾ വെക്കുക. ഈ രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്ററിൽ ആ വാല്യൂസ് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം. 10 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇതുണ്ടോ? നോക്ക്, ഇതിപ്പോൾ ഇനി മുതൽ നമുക്ക് ബ്രാക്കറ്റൊക്കെ അങ്ങനെ മനസ്സിൽ വരണേ. ഇവിടെ ആരുണ്ട്? -10 I1. ഇവിടെ ആരുണ്ടാവും? ഇവിടെ ആരുണ്ട്? -20 I1 അല്ലേ? പിന്നെ ആരാ? പ്ലസ്സാ. -20 × -I2 അതെത്രയാണ്? +20 I2 ആവും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -10 - 10 I1 -20 I1 +20 I2 = 0. അറിയാലോ, മൈനസും മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ആയതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, തെറ്റിക്കരുത്. വളരെ കെയർഫുൾ ആയിട്ട് കോൺസെൻട്രേഷനിൽ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു മൈനസ് എന്നൊക്കെ തെറ്റിയാൽ തന്നെ ആൻസർ മൊത്തം തെറ്റിപ്പോവും. ഓക്കെ, ഇനി എനിക്കും ചിലപ്പോൾ ഇതിൽ എന്താണ് പെട്ടെന്ന് ചെയ്തു പോകുന്നതിൻ്റെ ഇടയിൽ മിസ്റ്റേക്സുകൾ വരാം. നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്? അതായത് അപ്പോൾ I1 ഉള്ള ടേമുകൾ ഒപ്പം വെക്കാം. ഇപ്പോൾ ഇതെന്താണ്? -10 -20 എത്ര കിട്ടും? -13 അല്ലേ? -10 -20 എന്ന് പറഞ്ഞാൽ -30 I1. ഇതൊക്കെ അറിയാത്തവരുണ്ടാവില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇത്രയും ബേസിക് ആയിട്ട് പറയുന്നത് അതും പോലും അറിയാത്തവർ എഞ്ചിനീയറിംഗിൽ എത്തിയിട്ടുള്ള കാര്യം അറിയാം. നിങ്ങൾ +1 +2 കഴിഞ്ഞ് സാധാ പോലെ എഞ്ചിനീയറിംഗ് കയറിയവരുണ്ടാവും. എന്നാൽ നല്ല ബ്രില്യൻ്റ് ആയിട്ട് കീമൊക്കെ എഴുതി നല്ല മാർക്കിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും പരിഗണിച്ചിട്ടാണ് അങ്ങനെ വളരെ ലേറ്റായിട്ട് ഇനീഷ്യലി പറയുന്നത്. പിന്നെന്താവും? നമ്മളിതൊക്കെ പഠിച്ച് ഈസി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ സ്പീഡ് കൂട്ടി പോകട്ടോ. അപ്പോൾ -30 I1 +20 I2 which is equal to 10. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. മനസ്സിലായില്ലേ? ഈ -10നെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയി
-10ഉം -20യും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ -30 കിട്ടും. ഓക്കെ, പിന്നെന്താണ് 20i2 = 10. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർ മെഷ് 2ൻ്റെ കേസിലോട്ട് പോവാണ്. മെഷ് 2ൻ്റെ കേസിൽ നോക്കടാ, എന്താ നമ്മൾ ഇങ്ങനെ പോവാണ്, മൈനസ് നിന്ന് പ്ലസിലോട്ട് പോകുന്നു. എന്താണ് മൈനസ് നിന്ന് പ്ലസ്, ചെറുതുനിന്ന് വലുതിലോട്ട് പോകുന്ന പോലെ. അപ്പം എന്ത് കിട്ടും? മൈനസ് നിന്ന് പ്ലസിലോട്ട് പോകുമ്പോൾ റൈസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ്. അപ്പം എന്ത് കിട്ടും? 40. പ്ലസ് ആണോ? അല്ല, ഡ്രോപ്പ് ആണ്. ഡ്രോപ്പ് ആകുമ്പോൾ -20i2. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ഇതാ ഇവിടെ എത്തി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മൈനസിന് പ്ലസിലോട്ട് അല്ലേ, ചെറുതും വലുതിലോട്ട് പോകുമ്പോൾ അല്ലേ എന്താ വരുന്നത്? ചെറുതും വലുത് ഇതിലോട്ട് പോകുമ്പോൾ, നെഗറ്റീവ് പോസിറ്റീവിലോട്ട് പോകുമ്പോൾ റൈസ് ഇൻ പൊട്ടൻഷ്യലാണ്. അപ്പം എന്താണ്? പോസിറ്റീവ് ആണ്. റൈസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവും ഫോളിൻ ആകുമ്പോൾ നെഗറ്റീവായിട്ട് എടുത്താൽ മതി. -10 +10, അപ്പോൾ +10. ഓക്കെ, അടുത്തിൽ എന്തെത്തും? -10 എന്താണ്? മൈനസ് വരാനുള്ള കാരണം റെസിസ്റ്റർ ഡ്രോപ്പ് ആണ്. 10 × i2 ഇങ്ങോട്ടാണ്, i2 താഴോട്ടാണ്. i3യോ i3ൻ്റെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് കിട്ടും? i2 - i3 എന്ന് കിട്ടും. ഇൻ കേസ് i3 ഇങ്ങോട്ടായിരുന്നെങ്കിലോ, i2 ഇങ്ങോട്ട് i3 ഇങ്ങോട്ട്, അപ്പം എന്ത് കിട്ടണമായിരുന്നു? i2 + i3 എന്ന് എഴുതണമായിരുന്നു. ഓക്കെ, അതായത് ഇപ്പോഴത്തെ കേസിൽ എന്താണ്? i2 താഴോട്ടും i3 മുകളിലോട്ടുമാണ്. ഇനി അഥവാ നേരെ തിരിച്ചായിരുന്നെങ്കിൽ i2ഉം i3യും ഒരേ ഡയറക്ഷനിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? i2 + i3 എന്ന് എഴുതുമായിരുന്നു. ഇവിടെ എന്ത് എഴുതണം? i2 - i3 എന്ന് എഴുതണം. കാരണം എന്താ? ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വൃത്തിയാക്കി എഴുതാം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടോ? ഇവിടെ i1 എന്ന് പറഞ്ഞ ടേം ഇല്ല, അപ്പം 0i1 ആണ്. പിന്നെന്താണ്? i2 എന്താണ്? i2ൻ്റെ വാല്യൂകൾ നോക്കൂ. ഇവിടെ ഒരു -20i2 ഉണ്ട്, ഇവിടെ ഒരു -10i2 ഉണ്ട്. അപ്പോൾ ടോട്ടല് -30i2 എന്ന് കിട്ടും. പ്ലസ് ഉണ്ടോ? പ്ലസ് ആരുണ്ട്? -10 × -i3, അതായത് +10i3, വിച്ച് ഈസ് ഈക്വൽ ടു -40ഉം 10ഉം കൂട്ടിക്കഴിഞ്ഞാൽ 50 അപ്പുറത്തോട്ട് പോയിക്കഴിഞ്ഞാൽ -15, വിച്ച് ഈസ് ഈക്വൽ ടു -15. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്താം? ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത കേസ്, അതായത് അടുത്ത ലൂപ്പ് എടുക്കാം. അടുത്ത ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫോർ മെഷ് 3 അപ്ലൈ KVL. ഉണ്ടായിരുന്നു. എന്താണ്? അപ്ലൈ KVL അപ്ലൈ ചെയ്യുന്നു. എന്താണ്? നോക്കടാ, എന്താ ഇങ്ങനെയാണ് ലൂപ്പ് കിടക്കുന്നത്. നോക്ക്, അത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചോ. എന്ത് വരും? -10i3 പിന്നെന്താണ്? മൈനസ് പ്ലസ് എന്താണ്? നെഗറ്റീവ് പോസിറ്റീവിലോട്ട് എന്ത് വരുന്നു? റൈസ് ഇൻ പൊട്ടൻഷ്യൽ വരുന്നു. നമ്മൾ എന്തെടുക്കുന്നു? പോസിറ്റീവ് സൈൻ എടുക്കുന്നു. +50 ഇങ്ങനെ വരുന്നു. ഇവിടെ എത്തുമ്പോൾ എന്താണ്? നേരത്തെ പോലെ i3 മുകളിലോട്ടും i2 താഴോട്ടും. അപ്പോൾ ഡ്രോപ്പാണ്. അപ്പം -10 നമ്മൾ ആദ്യം എഴുതും? i3 എഴുതും. കാരണം എന്താ? നമ്മൾ മെഷ് 3യിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം i3 - i2 എന്ന് എഴുതും. i3 - i2 എഴുതും. കാരണം ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ. ഇനി അടുത്ത ആൾ ഇവനുണ്ട്. ഇവനാകുമ്പോൾ എന്താണ്? i3 ഇതാ ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ്? ഫോളിൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ എന്ത് കിട്ടും? നെഗറ്റീവ് എത്രയായിരുന്നു? 10, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും.
ഓക്കെ അല്ലേ? ഇതിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, നല്ല നീറ്റായിട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ I1 ടേംസുകളില്ല. I2 ടേംസ് നോക്കൂ, -10 ഇൻറ്റു -I2, അതായത് 10I2 -10ഉം ഇവിടെ ഒരു -10ഉം കൂടി കിട്ടും. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ അപ്പോൾ -20I3. ഇത് എത്രയാണ് കിട്ടുക? 50ന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 40 കിട്ടും. ഈ 40 റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ -40 കിട്ടും. ഇതിന് നമുക്ക് ഇക്വേഷൻ 3 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഇക്വേഷന്? ഒന്ന് -30 I1 ആൻഡ് +20I2 ആൻഡ് which is equal to 10 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഫോർ മെഷ് 2 എന്ത് കിട്ടി? മെഷ് 2 നമ്മൾ എന്തോ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 40 20 10 നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താണ്? ഞാൻ മൊത്തം വായിക്കുന്നില്ല, ഇത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിരിക്കണം എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാവണം. ഓക്കെ, എന്താ പറ്റി? നമ്മളിതാ ഇവിടുന്ന് വന്ന് ഇവിടെ വെച്ച് നിർത്തി, ഇങ്ങോട്ടുണ്ടായിരുന്നു, നമ്മൾ നോക്കിയില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഈ 20 അവിടെ വിട്ടുപോയി. ആ 20 നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യണം. ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്താണ്? ഡ്രോപ്പായിരുന്നു. അപ്പോൾ എന്താണ്? -20 ഇൻറ്റു I2 എങ്ങോട്ടാണ്? I2 മുകളിലോട്ടാണ്, I1 താഴോട്ടാണ്. I2 -I1 which is equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യണം? ഇത് റെഡിയാക്കി എഴുതാണ്ട് ഒന്ന് നോക്കടാ. നോക്ക്, I1 എത്ര? I1 +20 I1 ആൻഡ് I2 -20 ഉണ്ട്, ഇവിടെ -10 ഉണ്ട്. അപ്പം -13 ആയി. -13ഉം -20യും -15 ആയി. -15 I2 ആൻഡ് I3യോ +10 I3 which is equal to, വാല്യൂവിൽ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ 50 ആയി -15 അല്ലേ? നോക്ക്, 20 I1 ആൻഡ് 20 40 -15 I2 ആൻഡ് 10 I3 which is equal to -15. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത കേസ് എന്തായിരുന്നു? I3 മൂന്നാമത്തെ ഇതിൻ്റെ ഇക്വേഷൻ എത്രയായിരുന്നു? 10 I2 -20 I3 which is equal to -40. ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഒന്നാമത്തെ മെഷിൽ ചെയ്യുന്ന സമയത്ത് ആ മെഷിലുള്ള എല്ലാ റെസിസ്റ്റൻസും കൂടി കൂട്ടുക. കണ്ടോ? 10ഉം 20ഉം 30 കണ്ടോ? 30. അതിനെന്തിടുക? ഒന്നാമത് ചെയ്യുന്ന സാധനത്തിന് നെഗറ്റീവ് ഇടുക. മീൻസ് ആ വാല്യൂസ് അതുപോലെ ഇരിക്കും. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ ഒരു സാധനം പഠിക്കാനുണ്ട്, പക്ഷെ ഞാനത് ഇവിടെ പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്ന് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ 20, 10, 30 കണ്ടോ? 30 കിട്ടും. പിന്നെ അടുത്തത് എന്തായിരിക്കും? ഈ ഒന്നാമത്തെ മെഷീൻ രണ്ടാമത്തെ മെഷീൻ്റെ ഇടയിൽ, അതായത് മ്യൂച്വലായിട്ട് വരുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഉണ്ട് 20 കണ്ടോ? ഒരു 20. അതെന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേത് എന്തായിരിക്കും? പ്ലസ് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിലെന്താണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ വോൾട്ടേജും ആ വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇതിനെ ഒറിജിനലായിട്ട് തന്നെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ കൂടുതൽ അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട വെച്ചിട്ടാണ് അങ്ങനെ പറയാത്തത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഫോർ മെഷ് 2 എന്തായിരിക്കും? ആദ്യം I1 ഇവർക്ക് രണ്ടാക്കും കോമൺ ആയിട്ടുള്ള സാധനം 20, അതാണ് കണ്ടോ? 20 I1. അതുപോലെ സെക്കൻഡിൻ്റെ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ സെക്കൻഡിലുള്ള മൊത്തം റെസിസ്റ്റൻസ് കൂട്ടിയോ? 20
എത്ര 30 50 കണ്ടോ 50, പക്ഷെ എന്തായിരിക്കും സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത കേസ് എന്താണ്, ഇവർ തമ്മിൽ ഇതുള്ളത് 10 ആണ്. അപ്പം എന്താണ് 10i3 ആയിരിക്കും. അതായത് ഈ നടുവത്താണല്ലോ ചെയ്തത്, അതിന് ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഇവനും ഉണ്ടാവുക. ഓക്കെ, അവരുടെ വോൾട്ടേജിന്റെ സാധനം നോക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ്, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ അതിന് ബെറ്റർ ആയിട്ട് ഞാൻ പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇതുകൊണ്ടോ ഇതെന്താണ് ബാറ്ററിൻ്റെ മൈനസ് പ്ലസ് ഇങ്ങനെയല്ലേ സീരീസ് ആയിട്ട് എടുക്കുക. അപ്പോൾ 40 + 10 50, പുറത്തുകൊണ്ടായി -50 കിട്ടിയത് ഇവിടെ കാണിക്കുന്നു. അതേപോലെ തന്നെ ഇനി തേർഡിലാവുമ്പോൾ എന്താണ്, തേർഡിൽ ആരായിട്ട് ബന്ധമില്ല, i1 ബന്ധമില്ല, അപ്പോൾ 0 ആയിരിക്കും. i2 ബന്ധമുള്ളത് 10 അതുകൊണ്ടാണ് ഈ 10i2 വന്നത്. ഇനി i3 മാത്രമുള്ളത് 10 എത്രയായി 20 ആയി. അതുകൊണ്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈനുള്ള -20i3 ആയി. ഈ ലൂപ്പിലുള്ള രണ്ടാൾക്കാർ കണ്ടോ, പ്ലസ് മൈനസ് പിന്നെയും മൈനസ് പ്ലസ്, അതായത് ഇതെന്തല്ല കൂട്ടിപ്പോകുന്നതല്ല, നമ്മൾ പഠിച്ചതല്ലേ. ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താവും, കുറക്കുക ചെയ്യുക. അപ്പോൾ ഇതെന്താവും, ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരും. 40 ആ വാല്യൂ ഇവിടെ കാണും. ഓക്കെ, ഇതിങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാൻ ഉപയോഗിക്കാമെന്നേ ഞാൻ പറയുള്ളൂ. മറ്റേത് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ കറക്റ്റ് അറിയാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. ഓക്കെ, ആ റൂൾ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് എന്താണ് ഡയറക്റ്റ് ഉപയോഗിക്കേണ്ട കുറേ സന്ദർഭങ്ങൾ വരും. അപ്പോൾ നമുക്ക് എല്ലാ സർക്യൂട്ടും ഇതുപോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഡയറക്റ്റ് പഠിക്കേണ്ട സാധനം അത്രയും ഡയറക്റ്റ് ആയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 ഇക്വേഷൻസ് കിട്ടി. ഒന്ന്, ദിസ് ഈസ് 2 ആൻഡ് ദിസ് ഈസ് 3. അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഈ 3 ഇക്വേഷൻസ്, അതായത് 3 സൈമൾട്ടേനിയസ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, നമ്മൾ i1 കിട്ടും, i2 കിട്ടും, i3 കിട്ടും. ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം, ഇതിനാണ് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. വേറെയും പല മെത്തേഡുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്താൽ മതി. അതെന്താണ്, കാൽക്കുലേറ്റർ നമ്മൾ എന്താ ചെയ്യുക, സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. ഇതിപ്പോൾ കാഷ്യോൻ്റെ FX991ES+ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. നിങ്ങളെ കയ്യിലിരിക്കുന്ന ഇത് ഉപയോഗിക്കാം. അതിലെന്തുണ്ടാവും, ഇപ്പോൾ ഈ ഇതിൻ്റെ കേസ് ഞാൻ വെച്ച് പറയാം. ഇതിൽ ഷിഫ്റ്റ് മോഡിൽ വെറും മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എന്തുണ്ട്, ഇക്വേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇക്വേഷൻ 5ാമത്തെ കീയാണ്, 5th നോക്കി. ഇതിൽ 4 തരം ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 2 വേരിയബിളും ഒരു കോൺസ്റ്റൻ്റുള്ള ഇക്വേഷൻ, അടുത്തത് 3 വേരിയബിളും ഒരു കോൺസ്റ്റൻ്റുള്ള ഇക്വേഷൻ, പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പിന്നെ ക്യൂബിക് ഇക്വേഷൻ. ഓക്കെ, നമുക്കിവിടെ എന്താണ്, നമുക്ക് 3 വേരിയബിൾ ഉണ്ട് അല്ലേ. i1 നമുക്കറിയില്ല, i2 നമുക്കറിയില്ല, i3 നമുക്കറിയില്ല. അപ്പോൾ 3 വേരിയബിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഇതിൽ 3 വേരിയബിൾ ഉള്ളത് 2ാമത്തെ ഇക്വേഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ലായിരിക്കും. ഇതിൽ ഇക്വേഷൻസിൽ 2ൽ anx + bny + cnz = dn എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ഇതിൽ എക്സും വൈയും സെഡും ആണ് എന്ത് വേരിയബിൾസ്. നമുക്കെന്താണ്, എക്സ് ഇരിക്കുന്നിടത്ത് i1 ആണ്, y ഇരിക്കുന്നിടത്ത് i2 ആണ്, ആൻഡ് z ഇരിക്കുന്നിടത്ത് i3 ആണെന്നേ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ആ an എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മുന്നിലുള്ള കോയിഫിഷ്യൻറ്റ്, bn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ മുന്നിലുള്ള കോയിഫിഷ്യൻറ്റ്, cn എന്ന് പറഞ്ഞാൽ z-ൻ്റെ മുന്നിലുള്ള കോയിഫിഷ്യൻറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ്. അതായത് ഈ ഫോർമാറ്റിലായിരിക്കണം. ശ്രദ്ധിച്ചോ, ഈ ഫോർമാറ്റ് ശ്രദ്ധിച്ചോ. അതായത് ഒരു വേരിയബിളും അതിൻ്റെ കോൺസ്റ്റൻറ്റും, അടുത്ത വേരിയബിളും അതിൻ്റെ കോൺസ്റ്റൻറ്റും, അടുത്ത വേരിയബിളും അതിൻ്റെ കോൺസ്റ്റൻറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു ഒരു അനദർ കോൺസ്റ്റൻറ്റ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ ഇനി ഈ 3 ഇക്വേഷൻ ഞാൻ ഇതിലോട്ട് അടിക്കാൻ പോവാണ്. ഇപ്പോൾ 3 ഇക്വേഷൻ അടിക്കാൻ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്, -30, പിന്നെന്താണ് +20, c എന്താണ്, അതായത് ഇവിടെ i3 ഇല്ല അല്ലേ, ഇവിടെ i3 ഇല്ല, i1ഉം i2 മാത്രമേ ഉള്ളൂ. i3 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, 0 കൊടുക്കുന്നു. d എന്താണ്, +10 അത് കൊടുക്കുന്നു. ഓക്കെ, അടുത്തെന്താണ്, മെഷ് 2ൽ 20 + 20 -15 ആൻഡ് +10 ആൻഡ് -15
അല്ലേ? അപ്പോൾ ഇതേ ഓർഡറിൽ എഴുതാം അങ്ങനെ ഇക്വേഷൻസ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യേണ്ടി വന്നാൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? I1 ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് 0. അതായത് എൻ്റെ അവിടെ 0, നമുക്ക് എന്തില്ല, എക്സിന് വേരിയബിൾ ഇല്ല. മീൻസ് I1ൻ്റെ അവിടെ കോയിഫിഷ്യൻ്റ് എന്താണ്? I1 എന്ന് പറഞ്ഞ കോയിഫിഷ്യൻ്റ്, I1 എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ മുന്നിലുള്ള കോയിഫിഷ്യൻ്റ് 0 ആണ്. കാരണം അതുകൊണ്ടാണ് ഇവിടെ ഉണ്ട് എന്താണ് 0 I1 എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ദിസ് ബിക്കം 0. അപ്പോൾ 0, 10, -20 ആൻഡ് -40. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ റിയലി ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിൽ തന്നെ വേറെയുള്ള നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരുണ്ടാവും. അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. നമുക്ക് എൻ്റെ ബിടെക് ലൈഫിൽ അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടി. എക്സ് മീൻസ് I1 ആണ്. therefore I1 ഈസ് ഈക്വൽ ടു 1 ആംപിയർ. ആംപിയർ എഴുതണം. കറണ്ട് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റും കൂടി എഴുതണം. ഓക്കെ, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ട് എന്ന് എഴുതണം. ഓക്കെ, വെറുതെ ഒന്ന് എന്ത് എന്ന് എഴുതണ്ടേ? അതെന്താണ്? 1 ആംപിയർ. ഓക്കെ, ഇനി I2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? Y എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയത് 2 ആംപിയർ. ആൻഡ് I3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? I3 എന്ന് പറഞ്ഞാൽ 3 ആംപിയർ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? I1 കിട്ടി, I2 കിട്ടി, I3 കിട്ടി. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ I1ൻ്റെ വാല്യൂവും ഈ I2ൻ്റെ വാല്യൂവും ഈ I3ൻ്റെ വാല്യൂ ഇതിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അത് സാറ്റിസ്ഫൈ ചെയ്യും. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് 20, I2 കൊണ്ട് വെച്ചാൽ ഇത് 20 - 20 × 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് 60, 20 - 60 എത്രയാണ്? -14. അതായത് ആ ഇക്വേഷൻ എന്തായി? സോൾവ് ആകുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ 3 ഇക്വേഷനും സോൾവ് ആകുന്ന വാല്യൂസ് ആണ് I1, I2, I3 വിച്ച് ഈസ് മീൻസ് ഈ മെഷിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ I1 കറണ്ട് പോയി, ഈ റെസിസ്റ്ററിലൂടെ I1 കറണ്ട് പോകുന്നു. അതായത് ഇവിടെ ഇങ്ങനെ 1 ആംപിയർ കറണ്ട് വരുന്നുണ്ട്. I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതിലൂടെ 2 ആംപിയർ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും കൂടി പോകുന്നില്ല, ഇവിടെ എത്തുമ്പോൾ മാറുന്നുണ്ട്. ഇതിൽ കൂടി 2 ആംപിയർ കറണ്ട് പോകും. ഇതിലൂടെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടെ I3 ഉണ്ടാ, ഈ 10 ആംപിയർ കൂടെ ഇവിടെ 3 ആംപിയർ കറണ്ട് പോകുന്നുണ്ട്. ഇതിലൂടെ ഒക്കെ 3 ആംപിയർ കറണ്ട് പോകുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് 3 ആംപിയർ, താഴോട്ട് 2 ആംപിയർ. എത്ര പോവും? മുകളിലോട്ട് 1 ആംപിയർ പോവും അല്ലേ? മുകളിലോട്ട് 3 ആംപിയർ പോകുന്നുണ്ട്, താഴോട്ട് 2 ആംപിയർ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് ആര് വരും? 1 ആംപിയർ വരും. ഇവിടെ നോക്ക്, I2 2 ആംപിയർ മുകളിലോട്ട് പോകുന്നുണ്ട്, I1 1 ആംപിയർ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മുകളിലോട്ട് 1 ആംപിയർ പോകും എന്നാണ് മീനിങ്. ഇനി വേറെ രീതിയിൽ ആലോചിച്ച് നോക്ക്. ഇവിടെ ഒരു 1 ആംപിയർ വന്നു, ഇവിടെ ഒരു 1 ആംപിയർ വന്നു. നമ്മൾ കിർച്ചോഫ് ലോ എന്താ പറഞ്ഞത്? ഒരു ജംഗ്ഷനിൽ വരുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു പോകുന്ന കറണ്ട് ആയിരിക്കും. ഇവിടെ 1 ആംപിയറും ഇവിടെ 1 ആംപിയറും വന്നു കഴിഞ്ഞാൽ ഇത് 2 ആംപിയർ. ഈ 2 ആംപിയർ അല്ലേ ഇങ്ങോട്ട് പോയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ 2 ആംപിയർ ഇങ്ങോട്ട് വന്നു. ഇതേപോലെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ആംപിയർ വരുന്നുണ്ടെന്ന്. 1 ആംപിയറും 2 ആംപിയറും കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടി? പോകുന്നത് 3 ആംപിയർ കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ കറക്റ്റ് അല്ലേ? ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു? ഒരു മെഷ് അനാലിസിസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മുന്നോട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം എന്താണ്? ഫൈൻഡ് ദ കറണ്ട് ത്രൂ 5 ഓം റെസിസ്റ്റർ. ഇവിടെ തന്നിട്ടുള്ളത് നമ്മളോട് എന്താ പറഞ്ഞത്? 5 ഓം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. 5 ഓം റെസിസ്റ്റർ എവിടെയെന്ന് ആദ്യം നോക്കാം. ഇവനാണ് 5 ഓം റെസിസ്റ്റർ. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമുക്കറിയാം ഇവിടെ 3 മെഷ് ഉണ്ട്. ഇതൊരു മെഷാണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് ഞാൻ I1 എന്ന് കൊടുത്തു, ഇതിലൂടെ പോകുന്ന കറണ്ട് ഞാൻ I2 എന്ന് കൊടുത്തു, ഇതിലൂടെ പോകുന്ന കറണ്ട് ഞാൻ I3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി മെഷ് 1ത്തെ ഇക്വേഷൻ എഴുതാം. മെഷ് 1ൽ ഞാൻ എന്ത് ചെയ്യാണ്? KVL അപ്ലൈ ചെയ്യാണ്. നമുക്ക് എന്ത് എഴുതാം?
ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ 10. എന്തുകൊണ്ടാ? മൈനസ് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ട് പോകുമ്പോൾ റൈസിങ് പൊട്ടൻഷ്യൽ എന്താണ്? പോസിറ്റീവ്. മൈനസ് I1. എന്തുകൊണ്ട് I1 എഴുതി? I1 ഇൻറ്റു 1. I1 തന്നെയല്ലേ? -3 ഇൻറ്റു I1 ഇങ്ങോട്ടാണ്, I1 താഴോട്ടാണ്, I2 ഇതാ മുകളിലോട്ടാണ്. therefore I1 മൈനസ് I2 -6 ഇൻറ്റു I1 എങ്ങോട്ടാണ്? I1 താഴോട്ടാണ്, I3 മുകളിലോട്ടാണ്. I1 മൈനസ് 6 ഇൻറ്റു I1 മൈനസ് I3. ഇപ്പോൾ എവിടെ എത്തി? ഇതാ പോയി ഇവിടെ എത്തി. ഇതാ നമ്മൾ ഓൾറെഡി ആദ്യം എഴുതിയതാണ്, ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 മൈനസ്, ഓക്കെ, നമുക്ക് വേണമെങ്കിൽ I1ൻ്റെ ടേംസുകളൊക്കെ ഒപ്പം എഴുതാം. ഇവിടെ ഉണ്ടോ? -3 I1 ഉണ്ട്, ഇവിടെ ഒരു I1 ഉണ്ട് അല്ലേ? -3 I1 ഉണ്ട്, ഒരു I1 ഉണ്ട്, ഇവിടെ 6 I1 ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? -I1 -4 -4 -6 -10 I1 -10 I1. I2 ഉണ്ടോ? ഇവിടെ എത്ര ഉണ്ട്? -3 ഇൻറ്റു -I2, അതായത് +3 I2. ഓക്കെ, ഇനി I3യോ? I3 ഇതാ -6 ഇൻറ്റു -I3 എന്ന് വെച്ച് കഴിഞ്ഞാൽ +6 I3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റിന് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോവാം? അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ എന്ത് കിട്ടും? -10. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കിയിട്ടും പറയാൻ പറ്റുമെന്ന്. എങ്ങനെ? നമ്മൾ മെഷ് 1ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുക? ഇതിൻ്റെ സെൽഫ് റെസിസ്റ്റൻസ് കാണാം. ഈ മെഷ് 1ൻ്റെ സെൽഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ റെസിസ്റ്റൻസും കൂടി കൂട്ടാം. അപ്പോൾ ഇതാ 1 3 6 എത്ര? 6 3 9 1 10 ഇൻറ്റു I1 അല്ലേ? അതിന് നമ്മൾ എന്ത് ഇട്ടു? മൈനസ് സൈൻ ഇട്ടു. ഇനി പ്ലസ് സൈൻ ആണ് ഇടുന്നെങ്കിൽ അടുത്ത മറ്റേ കേസ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ, വേറെ മാറ്റമൊന്നും വരില്ല. ഓക്കെ, ഇനി ഈ 3 എന്തായിരിക്കും? ഇതിന് കോമൺ, ഇവ രണ്ടാളിലുള്ള മ്യൂച്വൽ അല്ലേ? ഇപ്പൊ മ്യൂച്വൽ ആകുമ്പോൾ എന്ത് കൊടുക്കുക? 3. ഇനി 3 I2 എന്ന് എഴുതാം. 3 ടൈംസ് മീൻസ് I2മായിട്ടുള്ള I2ൻ്റെ ഈ കോയിഫിഷ്യൻ്റ് എത്രയെന്നുള്ളതാണ് നോക്കുന്നത്. സെക്കൻഡ് മെഷുമായിട്ടുള്ള മ്യൂച്വൽ ആയിട്ടുള്ളതാണ് നോക്കേണ്ടത്. അതേതാണ്? 3 ആണ്. അതിൻ്റെ എന്ത് +3 എന്തുകൊണ്ട് വന്നു? എന്തുകൊണ്ട് -3 വന്നില്ല? അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് I1 താഴോട്ടാണ്, I2 മുകളിലോട്ടാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും കറണ്ടിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് എഴുതേണ്ടി വരുന്നത്? +3 എഴുതേണ്ടി വന്നത്. ഓക്കെ, മനസ്സിലായോ? ഈ കറണ്ട് ഇങ്ങോട്ടും ഈ കറണ്ട് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? +3 എന്ന് എഴുതിയത്. ഓക്കെ, സെയിം ഡയറക്ഷനിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുമായിരുന്നു? -3 എന്ന് എഴുതിയിരുന്നു. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേം എഴുതിയത്. ഓക്കെ, ഇൻ കേസ് ഇത് ഞാൻ പ്ലസ് ആയിട്ടാണ് എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുമായിരുന്നു? മൈനസ് കൊടുക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മൂന്നാമത്തെ I3ൻ്റെ കൂടെ ആരുണ്ടാവും? 3ഉം 1ഉം തമ്മിൽ വരുന്ന എന്ത് കോമൺ റെസിസ്റ്റൻസ്, മ്യൂച്വൽ റെസിസ്റ്റൻസ് നോക്കുക. അവിടെ I1 താഴോട്ടും I3 മുകളിലോട്ടും ആയതുകൊണ്ട് തന്നെ അവിടെ എന്താ വരിക? ഓപ്പോസിറ്റ് സൈനാണ് വരിക. ഓക്കെ, ഇനിയോ ഇതെന്താണ്? ഈക്വൽ ടു എന്ത് വരും? നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇത് നോർമലി നമ്മൾ എങ്ങനെ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മ്യൂച്വൽ കൂട്ടി വെക്കും 10I1 ആൻഡ് ഇതിനായിട്ട് ബന്ധമുള്ള ഇത് അതിനെന്ത് കൊടുക്കും?
മൈനസ് 3i2. ഓക്കെ, മൈനസ് 3i2. ഇനി ഇതിനെന്ത് കൊടുക്കും? മ്യൂച്വലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് മൈനസ് 6i3 വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞ നേരത്തെ പോലത്തെ കണ്ടീഷൻ. നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് എങ്ങനെ കൊടുക്കും? +10 എന്ന് കൊടുക്കും. ഇതേ സാധനമാണ് എന്തായി മാറി വരുന്നത്? ഓക്കെ, ഇതേ ഇക്വേഷൻ അല്ലേ? ഇതിൻ്റെ ഇവിടെ ഒരു -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് സംഭവിക്കും? -10i1 പ്ലസ് -10. ഓക്കെ, അതായത് ആ സൈൻ കൺവെൻഷൻ്റെ രീതിയിൽ മാറ്റം വരുന്നേ ഉള്ളൂ, ആൻസർ സെയിം ആയിട്ട് തന്നെ വരും. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്, ഈ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും? കൂടുതൽ കൺഫ്യൂഷൻ വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ കേസിൽ നോക്കണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം മനസ്സിലായവർ എന്താക്കാം, അത് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. നിങ്ങൾ S1 പഠിച്ചത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ള കാര്യം വെച്ചിട്ട് തന്നെ പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് പോവാം. അപ്പം എന്ത് കിട്ടി? ഒന്നാമത്തെ കിട്ടി. ഇനി മെഷ് 2ലുള്ള കാര്യം, അപ്ലൈ KVL. നമുക്ക് എന്തിനു ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അത്ര കാര്യമായിട്ട് എന്ത് നോക്കേണ്ട കാര്യമില്ല, സൈന് നോക്കാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ആണല്ലോ അതിലോട്ട് എത്തുന്നത്, അപ്പോൾ അത്ര മിസ്റ്റേക്സ് അതിൽ വരുത്തില്ല. മെഷ് 2ൽ എന്താണ്? -2i2 -5i2. ഇതെന്താണ്? പ്ലസ്ന്ന് മൈനസിലോട്ട് എന്താണ്? ഫാളാണ്. അപ്പം എന്താണ്? -5 -3 ഇൻറ്റു i2 - i1 വിച്ച് ഈസ് ഈക്വൽ ടു 0. മനസ്സിലായില്ലേ? i2 മുകളിലോട്ട്, i1 താഴോട്ട്. അപ്പോൾ i2 - i1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്തെഴുതാം? i1 ഉള്ള ടേമുകളൊക്കെ മുന്നിൽ എഴുതാം. അതെന്താണ്? 3i1 മൈനസ് 2 5 7 3 മൈനസ് 10 10i2. ഓക്കെ, ഓക്കെ അല്ലേ? i3യോ? i3 ഇല്ല. ഇവിടെ എന്തില്ല? ഒരു റെസിസ്റ്റൻസും ഇല്ലല്ലോ. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ i3 0 ആണ്. അപ്പോൾ i3 ഇല്ല. വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. മനസ്സിലായോ? വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? 3i1 - 10i2 വിച്ച് ഈസ് ഈക്വൽ ടു 5. 3i1 - 10i2 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ഇക്വേഷൻ നമ്പർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഫോർ മെഷ് 3ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ KVL. KVL അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, മെഷ് 3ൽ KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതാ ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്ത് കിട്ടും? ആദ്യം +5. എന്തുകൊണ്ടാണ് +5 ആയത്? എന്തുകൊണ്ടാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇങ്ങനെയല്ലേ i3ൻ്റെ ഡയറക്ഷൻ. ഇവിടെ ആരായി? -4i3 ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് +20. പിന്നെന്താണ്? ഇതാ ഇവിടെ ആരുണ്ട്? 6. അപ്പോൾ -6 ഇൻറ്റു i3 - i1 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഞാനൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്ത് കിട്ടും? i1 ഉള്ള ടേമുകൾ ആദ്യം എഴുതാം. അപ്പോൾ 6i1. i2 ഉള്ള ടേമുകളൊന്നുമില്ല. i3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -10i3 വിച്ച് ഈസ് ഈക്വൽ ടു 20 + 5 25. അതങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -25.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ -10i1 + 3i2 + 6i3 is equal to -10, and next equation 3i1 - 10i2 is equal to 5, and third equation എന്താണ്? 6i1 - 10i3 which is equal to -25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 സൈമൾട്ടേനിയസ് ഇക്വേഷൻ ആയി. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? i1ഉം i2ഉം i3ഉം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ i1ഉം i2ഉം i3ഉം ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അല്ല, മുന്നത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മളോട് എന്ത് പറഞ്ഞത്? i1ഉം i2ഉം i3ഉം കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? കറന്റ് ത്രൂ 5 ohm റെസിസ്റ്റർ. ഇപ്പൊ 5 ohm റെസിസ്റ്ററോടെ ഇവിടെ ഇതിലൂടെ പോകുന്ന കറന്റ് ആരാ? ഈ i2 കറന്റ് അല്ലേ ഇതിലൂടെ പോകുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ആളാരാണ്? i2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാളെയും കിട്ടും. ഓക്കെ, അപ്പൊ സോൾവ് ഇക്വേഷൻ 1, 2 and 3. ഓക്കെ, ഇവിടൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സോൾവ് ചെയ്തത്. സോൾവ് ഇക്വേഷൻ 1, 2 and 3 ഇങ്ങനെ കിട്ടിയതാട്ടോ ഇതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നും നോക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യാണ്? i1ഉം അല്ല, ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, സോൾവ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -10 + 3 + 6 -10. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 - 10. i3 ഇല്ലല്ലോ, i3 എന്താണ്? 0, 5. അടുത്ത ഇക്വേഷൻ എന്താണ്? 6. i2 ഉണ്ടോ? ഇല്ല, i2 0 ആണ്. ആൻഡ് i3 is equal to -10. i3 എന്താണ്? -10 ആണ്, which is equal to -25 എന്ന് കിട്ടും. The answer become, കാൽക്കുലേറ്ററിൽ നോക്കട്ടെ, ആൻസർ become i1 is equal to 4.27 ആംപിയർ എന്ന് കിട്ടും. ആൻഡ് i2, നമുക്ക് i2 ആണ് വേണ്ടത്. i2 is equal to 0.78 ആംപിയർ എന്ന് കിട്ടും. ആൻഡ് i3 is equal to, i3 എത്ര കിട്ടും? 5.06 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് കറണ്ട് ത്രൂ 5 ohm റെസിസ്റ്റർ. നമ്മൾ എഴുതണേ, കറണ്ട് ത്രൂ 5 ohm റെസിസ്റ്റർ ഈസ്, അങ്ങനെ കേട്ടോ എക്സാമിനൊക്കെ എഴുതുമ്പോൾ അങ്ങനെ എഴുതണേ, കറണ്ട് ത്രൂ 5 ohm റെസിസ്റ്റർ ഈസ് i5 ohm വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? i2 ആണ്. ഞാൻ പറഞ്ഞു i2 ആണ് 5 ohm റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട്. കണ്ടോ, i2 ആണ് പോകുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? i2 എന്ന് കിട്ടും. i2 which is equal to എന്ത് കിട്ടും? 0.78 ആംപിയർ എന്ന് കിട്ടും. 0.78 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസർ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ വളരെ ഈസി ആയി. ഇപ്പം നമുക്ക് മെഷ് അനാലിസിസ് വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റി. ഓക്കെ, ഇതുപോലെ ആയിരിക്കും എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മെഷ് കറണ്ട് ഇൻ ദ നെറ്റ്വർക്ക്, ഫൈൻഡ് ദ മെഷ് കറണ്ട് ഇൻ ദ നെറ്റ്വർക്ക്. മെഷ് കറണ്ട് ഇൻ ദ നെറ്റ്വർക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് നോക്കണമെങ്കിൽ ഒന്ന് നോക്കടാ. ഈ നെറ്റ്വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മെഷ് കറണ്ട്, ഇതിൽ എവിടെയൊക്കെ മെഷ്, ഇതൊരു മെഷാണ്, ഇതൊരു മെഷാണ്, ഈ രണ്ട് മെഷിൻ്റെയും ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ആരുണ്ട്? ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്.
ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഡിപ്പെൻഡന്റ് സോഴ്സ് ഉണ്ട്. ഇത് വേറെ ഏതെങ്കിലും പാർട്ടത്തെ കറണ്ടിനെയോ അല്ലെങ്കിൽ വോൾട്ടേജിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് സോഴ്സ് ആണുള്ളത്? ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ആണുള്ളത്. പക്ഷേ ഈ വോൾട്ടേജ് സോഴ്സ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? V2 എന്ന കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. therefore this is a voltage controlled വോൾട്ടേജ് സോഴ്സ് എന്ന് പറയും. ഇതുപോലെ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇതാണ്. അതുപോലെ കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സും കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സും ഉണ്ട്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഡയമണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെ കേസ് ഡയമണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇതിനുള്ളിൽ പ്ലസും മൈനസ് ആണെങ്കിൽ അതെന്താണ്? ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. അതേ സമയത്ത് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ ആരോ ആണെങ്കിൽ അതൊരു കറണ്ട് സോഴ്സ് ആണ്. ഇനി ഏതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കണമെങ്കിൽ ഇവിടെ പുറത്ത് അതിനൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് V2 ആണ്. അപ്പോൾ ഇത് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഇനി അതേ സമയത്ത് ഇതൊരു കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണെങ്കിൽ ഇത് കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഇനി ഇതേപോലെ കറണ്ട് സോഴ്സ് വരച്ചിട്ട് ഇതേപോലെ V2 ആണെങ്കിൽ എന്താണ് V2, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആയിരിക്കും. അതൊരു കറണ്ട് തന്നെയാണെങ്കിൽ അതെന്താണ്? കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ S1 പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ എന്താ പറഞ്ഞത്? മെഷ് കറണ്ട് കാണണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ട് മെഷാണ്. നമ്മളിതാ ഡയറക്ഷൻ അസൈൻ ചെയ്യാണ്. I1 ഇതാണെന്ന് എടുത്തു, ഇതാണ് നമ്മൾ എടുക്കുന്ന I2 എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നോക്കടാ, ഇവിടെ എന്താണ്? ഈ V2 കണ്ടോ? ഈ V2 അതായത് ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പില്ലേ, ഈ ഡ്രോപ്പിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ വോൾട്ടേജ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിനൊന്നും ഒരു മാറ്റമില്ല. ആദ്യം എങ്ങനെയാണോ പറഞ്ഞത് മെഷ് നമ്മൾ എന്ത് ചെയ്യാം? ഫോർ മെഷ് 1 ഒന്നാമത്തെ മെഷിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ KVL നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? KVL അപ്ലൈ ചെയ്യുന്നു. ഒന്നാമത്തെ മെഷിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? KVL അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മെഷിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ നോക്കടാ? നമ്മളിതാ ഇവിടെ നിന്ന് തുടങ്ങാണ് എന്ന് വിചാരിച്ചോ, ഇങ്ങനെയാണ് പോരുന്നതെന്ന് വിചാരിച്ചോ. പ്ലസ് നിന്ന് മൈനസ് ആകുമ്പോൾ ഫോൾ അല്ലേ, അപ്പം -5. ഓക്കെ, മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്? V1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം നമ്മൾ I1 തന്നെ എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മാറ്റാം. അപ്പം എന്താണ് പോരെ? -5 ഡ്രോപ്പ് അല്ലേ? അതായത് റെസിസ്റ്ററിലൂടെ ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ഡ്രോപ്പ് അല്ലേ? അപ്പം -5 × I1. ഓക്കെ, പിന്നെന്താണ്? പ്ലസ് നിന്ന് ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്ലസ് നിന്ന് മൈനസ്ക്കാ പോകുന്നത്. അപ്പോൾ ഫോൾ ആണ്. അപ്പോൾ എന്താണ്? -2V2 -4I1 -1 × I1 - I2. എഴുതാൻ കുറച്ചും കൂടി സ്ഥലം വേണം, വലുതായിപ്പോയി. ഇനി അങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, -I1 - I2 ആൻഡ് എന്തുകൊണ്ട് I1 - I2 ആയി? 1 × I1 താഴോട്ടാണ്, I2 മുകളിലോട്ടാണ്, -I1 - I2. ഓക്കെ, ഇത് ഇങ്ങനെ കേട്ടോ ഡയറക്ഷന്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? അടുത്ത ആരുണ്ട്? ഇവനുണ്ട്. അപ്പോൾ മൈനസ് നിന്ന് പ്ലസ്ക്കാണ്. അതുകൊണ്ട് എന്താണ്? റൈസിൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ എന്താണ്? പോസിറ്റീവ് ആണ്. പ്ലസ് 2V1 = 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കുറേ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ V1ൻ്റെ വാല്യൂവും V2ൻ്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെയുള്ള ഡ്രോപ്പ് അല്ലേ, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ആരാ? ഇതല്ലേ I2 അല്ലേ? I2 അല്ലേ ഇങ്ങനെ പോകുന്നത്? അപ്പോൾ ആരാണ്? ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I2 ആണ്. അപ്പോൾ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാടാ? therefore V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
V2 എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 times I2 ആണ് അല്ലേ? ഇതിന് അക്രോസ് ഉള്ള ഇത് പ്ലസ് മൈനസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2I2 ആണ്. ഓക്കെ, ഇനി V1 therefore V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതാ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേസ്, അതായത് നെഗറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ 5I1 മൈനസ് 5I1 ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്? V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 5I1 ആണ്. ആൻഡ് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2I2 ആണ്. ഓക്കെ അല്ലേ? V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2I2 ആണ്. ഓക്കെ, അതായത് നമ്മളൊരു റെസിസ്റ്റർ വരച്ചു. റെസിസ്റ്ററിൻ്റെ ഓക്കെ, ഇതിലൂടെ ഒരു I2 കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് അക്രോസ് ഉള്ള ഡ്രോപ്പാണ് എന്ത്? ഈ V2 എന്ന് പറഞ്ഞത്. അതെന്താണ്? 2 times I2 ആണ്. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആരുള്ളത്? V1. ഓക്കെ, കറണ്ടിനും ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ V1 ഉള്ളത്. അപ്പോൾ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5I1 ആണ്. ഇനി നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ V1 എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്താ? ഇവിടെ മൈനസ് സൈന്, ഇവിടെ പ്ലസ് സൈന് അല്ലേ? അപ്പോൾ എന്താണ്? റൈസിങ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V1 പോസിറ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ? ഡ്രോപ്പ് എന്താണ്? ഇവിടെ ഡ്രോപ്പ് എന്താണ്? കറണ്ട് ഇങ്ങനെയല്ല പോകുന്നത്. ഡ്രോപ്പ് എന്താണ്? മൈനസ് 5I1. കിട്ടിയോ? ഇനി ഇവിടുത്തെ കേസിൽ ഇതെന്താണ്? പ്ലസ് മൈനസ്ക്ക് മൈനസ് V2 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇതാ ഇങ്ങനെ പോയി ഇങ്ങനെ പോകുന്നു, അതായത് ഡ്രോപ്പ് അല്ലേ? മൈനസ് 2I2 എന്ന് കിട്ടുന്നു. ഓക്കെ, അതായത് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2I2 എന്ന് തന്നെ കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഞാൻ V2 ഈക്വൽ ടു 2I2 എന്നും V1 ഈക്വൽ ടു മൈനസ് 5I1 എന്നും എഴുതിയത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും ഈ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം നമുക്ക് എന്തെങ്കിലും ആൾക്കാരെ ഒപ്പം എഴുതാനൊക്കെ ഉണ്ടോ? ഇല്ല, നമുക്ക് ഒന്നായിട്ട് എഴുതിയതിൻ്റെ ശേഷം റെഡിയാക്കാം. അപ്പോൾ മൈനസ് 5I1 മൈനസ് 2 ഇൻറ്റു V2 മീൻസ് 2I2 ആൻഡ് മൈനസ് 4I1 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്, മൈനസ് I1 പ്ലസ് I2 ദെൻ പ്ലസ് 2 ഇൻറ്റു V1 മൈനസ് 5I1 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? I1 I2 അങ്ങനെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യം I1 നോക്കാം. മൈനസ് 5ഉം മൈനസ് 4ഉം മൈനസ് 9 മൈനസ് 10ഉം ഇതാ 5 2 10, അത് മൈനസ് ആണ്, മൈനസ് 20 I1 എന്ന് കിട്ടി അല്ലേ? ഇനി അടുത്ത ആളാരാ? അടുത്ത ആരാണ്? I2 ആണ്. I2 എത്ര? മൈനസ് 4ഉം പ്ലസ് I2ഉം എത്ര കിട്ടും? മൈനസ് 3I2. ഓക്കെ, മൈനസ് 3I2 അല്ലേ? ഇത് 5 9 10 20. ഓക്കെ, കറക്റ്റാണ്. ഇനി ഉണ്ടായിരുന്നത് ഇവനും കൂടി മൈനസ് 3I2 അല്ല, ഇവനും കൂടി മൈനസ് 3I2. ഇനി ഇവൻ എങ്ങോട്ട് കൊണ്ടുപോകും? റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അതായത് മൈനസ് 20I1 മൈനസ് 3I2 ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആര് ചെയ്യണം? രണ്ടാമത്തെ ആളെ നോക്കാം. രണ്ടാമത്തെ ആളിലൂടെ നമുക്ക് പോവാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാണ്. ഓക്കെ, നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാണ്. ഇപ്പം ആരാണ്? നമുക്കിതാ ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് തുടങ്ങുന്ന സമയത്ത് 2
for mesh to apply KVL. ഓക്കെ, ആരാണ് ആദ്യം -2i2 അല്ലേ, -2i2. ഓക്കെ അല്ലേ? ഇനി ഇവിടേക്ക് എത്തുമ്പോൾ ആരാണ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് ഫോൾ ആണ്, അപ്പോൾ നമ്മൾ എന്തിടും -10. ഓക്കെ, പെട്ടെന്നാക്കാം ഇനി നമുക്ക്. ഇതാ ഇവിടെ എത്തി. ഇങ്ങോട്ട് പോകുമ്പോഴോ ഇവിടെ ആരാണുള്ളത് 2v1, പ്ലസ് ഒന്ന് മൈനസിലോട്ടാണ് പോകുന്നത്, ഫോൾ ആണ്, അപ്പം -2v1. ഓക്കെ, ഇനി മുകളിലോട്ട് പോകുമ്പോൾ എന്താണ് 1 ആണ്, അപ്പോൾ i2 മുകളിലോട്ടും i1 താഴോട്ടായതുകൊണ്ട് i2 i1 ഡ്രോപ്പ് ആണ്, അപ്പോൾ i2 i1 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. ആദ്യം -2i2 -10 -2 ഇൻറ്റു v1 എത്രയാടാ, v1 എന്ന് പറഞ്ഞാൽ -5i1 അല്ലേ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. -5i1 -i2 പ്ലസ് i1 വിച്ച് ഈസ് ഈക്വൽ ടു 0. നോക്കടാ, i1ൻ്റെ ടേംസോട് നോക്ക്. എന്താ ഇവിടെ എന്തുണ്ട്, ഒരു +10i1 ഉണ്ട്, കാരണം മൈനസും മൈനസും പ്ലസ് ആയി 10i1 ഉണ്ട്, ഇവിടെ ഒന്നും ഉണ്ട്, അപ്പം എന്തായി 11i1. i2ൻ്റെ കേസ് -2 -3i2 വിച്ച് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഈ -10 ഇങ്ങോട്ട് കൊണ്ടുപോയി എന്ത് കിട്ടി, 10 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇത് നമ്പർ 2 ഇക്വേഷൻ. ഇനി ഈ 2 ഇക്വേഷനേ ഉള്ളൂ, കാരണം എന്താ 2 വേരിയബിളേ ഉള്ളൂ. സോൾവ് ഇക്വേഷൻ 1 and 2, 1ഉം 2ഉം നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ കാൽക്കുലേറ്റർ ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആകെ 2 വേരിയബിൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 വേരിയബിളിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റർ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ -20 -3 5, നെക്സ്റ്റ് 11 -3 10. ആൻസർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, i1 is equal to, നമുക്ക് എന്ത് കിട്ടി, i1 is equal to 0.161 ആംപിയർ ആൻഡ് i2 is equal to, i2 എത്ര കിട്ടും, i2 is equal to -2.742 ആംപിയർ എന്നും കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി, i1ഉം i2ഉം കിട്ടി. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ച്, ഫൈൻഡ് ദ മെഷ് കറന്റ് ഇൻ ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലുള്ള മെഷ് കറന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആ മെഷ് കറന്റ് എന്ത് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മെഷ് കറന്റ് കണ്ടുപിടിച്ചു. ഇനി അടുത്തെന്താണ്, സൂപ്പർ മെഷ്. ഓക്കെ, എന്താണ് സൂപ്പർ മെഷ് നോക്കാം ആദ്യം. ഓക്കെ, എന്താണ് സൂപ്പർ മെഷ് എന്ന് നോക്കാം. സൂപ്പർ മെഷ് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എന്താന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നോക്കടാ. മെഷ് ദാറ്റ് ഷെയർ എ കറണ്ട് സോഴ്സ് വിത്ത് അതർ മെഷ്. ഒരു മെഷ് മറ്റൊരു മെഷുമായിട്ട് ഒരു കറണ്ട് സോഴ്സ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൂപ്പർ മെഷ്. നൺ ഓഫ് വിച്ച് കണ്ടെയ്നിങ് എ കറണ്ട് സോഴ്സ് ഇൻ ദ ഔട്ടർ ലൂപ്പ്. ഔട്ടർ ലൂപ്പിൽ എന്തുണ്ടാവില്ല, വേറൊരു കറണ്ട് സോഴ്സ് ഉണ്ടാവില്ല, അത് എന്തായി മാറും, ഫോം എ സൂപ്പർ മെഷ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മെഷാണ്, ഇത് മറ്റൊരു മെഷാണ്. ഈ 2 മെഷിൻ്റെ ഇടയിൽ ഒരു കറണ്ട് സോഴ്സ് വരിക, ദാറ്റ്സ് ഓൾ. ഓക്കെ, അതായത് ഔട്ടർ ലൂപ്പിൽ എന്തായാലും ഉണ്ടാവില്ല, അതായത് ഔട്ടർ ലൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മെഷ്, ഇതാണ് മറ്റേ മെഷ്. ഇതിന് 2ൻ്റെ ഇടയിൽ ആര് വരിക, ഒരു കറണ്ട് സോഴ്സ് വരുമ്പോൾ അത് സൂപ്പർ മെഷായി മാറും. പുറത്ത് എന്തുണ്ടാവരുത്, കറണ്ട് സോഴ്സ് ഉണ്ടാവരുത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷ് അനാലിസിസ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും മെഷ് അനാലിസിസ് ചെയ്യാൻ കോൺഫിഡൻസ് ആണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലത്തെ വള്ളി കേസുകൾ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാരണം നിങ്ങൾ സാധാ മെഷ് അനാലിസിസ് വെച്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതി ഇവിടെ എത്തുന്ന സമയത്ത്
ഞാൻ I1 ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നതെങ്കിൽ ഇവിടെ ഒരു 7 ആംപിയർ ഇരിക്കുന്നു, ഇവിടെ ഒരു I3 ഇതാ മുകളിലോട്ടും പോകുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കും. അവിടെയാണ് നമ്മൾ ആരും ഉപയോഗിക്കുക, സൂപ്പർ മെഷ് ഉപയോഗിക്കുക. അപ്പോൾ സൂപ്പർ മെഷ് എങ്ങനെ ഉപയോഗിക്കലെന്നും കൂടി പറയാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ohm റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, 3 ohm റെസിസ്റ്ററോടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ദ കറണ്ടിൻ്റെ 3 ohm റെസിസ്റ്റർ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇത് സൂപ്പർ മെഷ് ആണെന്നൊന്നും പറയത്തൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കണം ഇത് സൂപ്പർ മെഷ് ആണോ അല്ലേന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. രണ്ട് മെഷിൻ്റെ ഇടയിൽ ഒരു കറണ്ട് സോഴ്സ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ഫോമേ സൂപ്പർ മെഷ് ആയിട്ട് മാറും. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ കറണ്ടിൻ്റെ 3 ohm റെസിസ്റ്റർ ഓഫ് ദി നെറ്റ്വർക്ക്. ഈ 3 ohm റെസിസ്റ്റർ കൂടെ പോകുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 3 ohm റെസിസ്റ്റർ കൂടെ പോകുന്ന കറണ്ട് എന്താണ് നമുക്ക് അറിയാം. I3 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I2 ഇങ്ങോട്ടാണ്, I3 ഇങ്ങോട്ടാണ്. therefore I3 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2 മൈനസ് I3 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ സാറിന് കറക്റ്റായിട്ട് I2 മൈനസ് I3 ആണെന്ന് പറയാൻ പറ്റുക, കാരണം ചിലപ്പോൾ I3 മൈനസ് I2 ആയിക്കൂടെ എന്ന് ചോദിക്കാം. ആകാം. ഇപ്പോൾ I2 മൈനസ് I3 കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് I2 വലുത്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ഡയറക്ഷൻ. എന്താ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന I2 മൈനസ് I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇതാ ഇതിലൂടെയാണ് പോകുന്നത് എന്നുള്ള അസംഷനിലാണ് ഞാൻ I2 മൈനസ് I3 എടുത്തത്. ഓക്കെ, ഇൻ കേസ് ഇത് നെഗറ്റീവാണ് അവസാനം ചെയ്തിട്ട് കിട്ടുന്നെങ്കിൽ കറണ്ട് ഇങ്ങോട്ടല്ല പോകുന്നത്, കറണ്ട് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്നാണ് മീനിങ്. അതായത് I3 മൈനസ് I2 ആയിരുന്നു ചെയ്യേണ്ടിരുന്നതാണ് മീനിങ്. ഓക്കെ, അപ്പോൾ അത് പ്രശ്നമില്ല, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾക്ക് I2 മൈനസ് I3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് I2 അറിയണം, I3 അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, മെഷ് അനാലിസിസ് ചെയ്യാണ്. പക്ഷേ മെഷ് അനാലിസിസ് ചെയ്യാനും വേണ്ടി നിന്നപ്പോഴാണ് നമുക്ക് ആരെ കണ്ടത്, ഈ മെഷിനെയും ഈ മെഷിൻ്റെയും ഇടയിൽ വേറൊരാൾ, ആര്, ഒരു കറണ്ട് സോഴ്സ്. അപ്പം എന്താണ്, മെഷ് 1ഉം മെഷ് 3ഉം എന്തായി മാറി, therefore മെഷ് 1 and 3 will form a super mesh. ഒരു സൂപ്പർ മെഷ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സൂപ്പർ മെഷ് ആയിട്ട് മാറി, സൂപ്പർ മെഷ് ആയിട്ട് മാറി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ മെഷ് ആയിട്ട് മാറിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷിൻ്റെ ഇതാണ്ടോ, ഈ പാർട്ടിലല്ലേ ആര് ഇരിക്കുന്നത്, ഈ കറണ്ട് സോഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്നായിട്ട് ഒറ്റ മെഷായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഔട്ടറിനെ ഒറ്റ മെഷായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ KVL എഴുതാം. ഓക്കെ, ഔട്ടറിനെ ഒന്നായിട്ട് എഴുതിയിട്ട് അതിൻ്റെ KVL എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കാര്യം പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഔട്ടറിൻ്റെ എന്ത് ചെയ്യാണ്, അപ്ലൈ KVL ടു ദി ഔട്ടർ പാത്ത് ഓഫ് സൂപ്പർ മെഷ്. സൂപ്പർ മെഷിൻ്റെ ഔട്ടർ പാത്തിൽ എന്ത് ചെയ്യാണ്, നമ്മൾ KVL അപ്ലൈ ആണ്. അപ്പോൾ നോക്ക്, അപ്പം നോക്കടാ, സി ഇതാ ഇങ്ങനെ 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 കേട്ടോ, കിട്ടിയില്ലേ, ഇങ്ങനെ പോയി ഇങ്ങനെ വേറെ ഏതെങ്കിലും കളറിൽ വരക്കാം, ആ മഞ്ഞിരിക്കട്ടെ, ഇതാ ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഔട്ടർ ലൂപ്പ് എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് എഴുതാം. അപ്പം എന്താണ്, ആദ്യം ഞാനിതാ ഇവിടുന്ന് മുകളിലോട്ട് മൈനസ് പ്ലസ് പോസിറ്റീവ്, ഇനി അത് പറയേണ്ട കാര്യമില്ലല്ലോ, കുറേ തവണ പറഞ്ഞില്ലേ. +7 താഴോട്ട് വരുന്ന സമയത്ത് I2 മുകളിലോട്ട്, I1 താഴോട്ട്. അപ്പം എന്താണ്, I2 മൈനസ് I1 ഡ്രോപ്പ് അല്ലേ, I1 മൈനസ് I2. നമ്മൾ എന്തിലാണ് ചെയ്യുന്നത്, ഡ്രോപ്പാണ്. നമ്മൾ എന്തിലാണ് ചെയ്യുന്നത്, ഫസ്റ്റ് മെഷിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ I1 മൈനസ് I2. എന്നിട്ട് എങ്ങോട്ട് പോകുന്നു, ഇവനിതാ ഇതിലൂടെ പോകുന്നു. ഇവിടെയിലൂടെ പോകുമ്പോൾ എന്താണ്, I2 ഇങ്ങോട്ട്, I3 എങ്ങോട്ട്. ഇപ്പോൾ I1ഉം I3 കൂടെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ I3ക്കല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലേ, ഇതല്ലേ നമ്മളെ മെഷ്.
അപ്പോൾ ഇവനിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ നോക്കേണ്ടത്. അതായത് I3ൻ്റെ ഡയറക്ഷൻ നോക്കുക. I2 ഇങ്ങോട്ടാണ്. therefore -3 into I3 minus I2. ഓക്കെ, I3 ഇങ്ങോട്ടാണ്, I2 ഇങ്ങോട്ടാണ്, അങ്ങനെ എടുത്തു. ഇനി ഇവിടെ കൊടുക്കുമ്പോൾ എന്താണ്, അവിടെ I3 മാത്രമേ ഉണ്ടാവുള്ളൂ. -1 into I3 കഴിഞ്ഞില്ല, ഇതിങ്ങനെ പോയി. ഓക്കെ, ഇപ്പോൾ എല്ലാ ഇവനെടുത്തു മൊത്തം പോയി വന്നു. അതാ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സിലാണ്. ഇതൊക്കെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടോ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ചെയ്തില്ലേ, അതുപോലെ ഇതിലും എന്ത് ചെയ്യാം, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ചെയ്യാം കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ സോറി. അപ്പോൾ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് നന്നാക്കി എഴുതാം. I1 എത്ര, -I1, I2 +I2 +3I2 മീൻസ് +4I2 അല്ലേ, +I2 +3I2 മീൻസ് +4I2. I3യോ -I3 which is equal to -7 എന്ന് കിട്ടും. -1 314. ഓക്കെ, -I3 is equal to, അപ്പോൾ -1 + 4I2 അയ്യോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ആരുണ്ട്, -3I3യും -I3, അപ്പോൾ -4I3 ആണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് വരും, മിസ്റ്റേക്കുകൾ വരും കേട്ടോ. അപ്പോൾ നോക്കി ചെയ്യണേ. -4I3 is equal to -7 എന്ന് വരും. ഓക്കെ അല്ലേ, -I1 ഓക്കെ ആണ്. അടുത്തത് 3 1 4 ഓക്കെ ആണ്. ഇവിടെ എന്തുണ്ട്, 1 3 4 -4 7 ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ഈ സൂപ്പർ മെഷിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെ നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. എന്താണ് ഇക്വേഷൻ, ഈ കറണ്ട്, ഈ 7 ആംപിയർ കറണ്ട് എങ്ങോട്ടാണ്, താഴോട്ടാണ്. I1 എങ്ങോട്ടാണ്, താഴോട്ടാണ്. I3 എങ്ങോട്ടാണ്, മുകളിലോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ I1 താഴോട്ട് പോകുന്നു, -I3 മുകളിലോട്ട് പോകുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 7 എഴുതി കൂടെ. അതായത് ഒരു വലിയൊരു കറണ്ട് I1 ഇങ്ങോട്ട് പോകുന്നുണ്ട്, വേറൊരു കറണ്ട് I3 മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവക്ക് രണ്ടിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള ഒരു കറണ്ട് 7 ആംപിയർ താഴോട്ട് പോകുന്നുണ്ട്. അതായത് ആരുടെ ഡയറക്ഷനിൽ പോകുന്നുണ്ട്, I1ൻ്റെ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. therefore I1 - I3 ഈക്വൽ ടു 7 എന്ന് എഴുതാം. ഇതെന്താണ്, നമുക്ക് എന്ത് എഴുതാം, ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, മെഷ് 2വിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഷ് 2ൽ മെഷ് 2 നമുക്ക് എന്ത് ചെയ്യാം, KVL അപ്ലൈ ചെയ്യാം. KVL. മെഷ് 2ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മെഷ് 2ന് ഒരു പ്രശ്നമില്ല, നോർമൽ മെഷാണ്. നമുക്ക് എന്ത് ചെയ്യാം, KVL ഈസി അപ്ലൈ ചെയ്യാം. ഈ കറണ്ടിൻ്റെ ഈ ഡയറക്ഷനിൽ എടുക്കാം. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ആദ്യം 2 കാണുന്നു, -2I2, പിന്നെ ആരുണ്ട്, ഈ 3 ഉണ്ട്, -3 ഇൻറ്റു I2 ഇങ്ങോട്ടാണ്, I3 അങ്ങോട്ടാണ്. therefore I2 - I3. ഓക്കെ, I2 - I3. then next 1 ആണ്, I2 മുകളിലോട്ടാണ്, I1 താഴോട്ടാണ്. therefore -I2 - I1 which is equal to 0. വേറെ വോൾട്ടേജ് സോഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, I1 എന്ന് പറഞ്ഞാൽ +I1, I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 -5 -6 -6I2. I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, +3I3 which is equal to 0 അല്ലേ. I1 - 6I2 +3I3 is equal to 0 അല്ലേ. ഇവിടെ I1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, മൊത്തത്തിൽ 6 ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഇതെന്ത് കിട്ടി? നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനും കിട്ടി. കഴിഞ്ഞോ? ഇല്ല. നമുക്ക് എന്ത് കാണണം? നമുക്ക് ഈ 3 ഇക്വേഷനും സോൾവ് ചെയ്യാം. സോൾവ് ഇക്വേഷൻ 1 and 2 and 3. Equation 1 and 2 and 3. 1, 2 and 3. ഈ 3 ഇക്വേഷനും സോൾവ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? I1ഉം I2ഉം I3ൻ്റെ വാല്യൂ കിട്ടും. ഇപ്പം 3 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ 3 വേരിയബിളുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ മീൻസ് minus I1. That's for -1 plus 4 -4 -7. Then next one is I1 1 ആയിട്ട് എടുക്കാം. I2 0 ആണ്. And I3 is minus I3 ആയതുകൊണ്ട് -1 and 7. നെക്സ്റ്റ് വൺ ഈസ് മൂന്നാമത്തെ ഇക്വേഷൻ I1 1 ആണ്. അടുത്ത -6 3 0. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I1 is equal to 9 ആംപിയർ എന്ന് കിട്ടും. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ. അടുത്ത് I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആംപിയർ എന്ന് കിട്ടും. ആൻഡ് I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംപിയർ കിട്ടും. അപ്പോൾ ഈ 3 ഇക്വേഷനും സോൾവ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? I1 കിട്ടി, I2 കിട്ടി, I3 കിട്ടി. ഓക്കെ. പക്ഷെ നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഇൻ ദ 3 ohm റെസിസ്റ്റർ. 3 ohm റെസിസ്റ്ററിലൂടെ ഉള്ള കറണ്ട് എന്താണ്? I3 ohm എന്താണ്? I2 മൈനസ് I3 ആണ്. ദെർഫോർ I3 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2 മൈനസ് I3 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? 2.5 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? I2ൻ്റെ ഡയറക്ഷനിലോട്ടാണ്. കാരണം എന്താ? I2 ആണ് വലിയ വാല്യൂ. ഓക്കെ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാ ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. കറണ്ട് എത്ര ആംപിയർ പോകും? 0.5 ആംപിയർ പോകും എന്നാണ് നമുക്കിവിടെ ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഇത് സൂപ്പർ മെഷ് മനസ്സിലായല്ലോ. സൂപ്പർ മെഷ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഇപ്പം ഇതിനും ഇടയിലാണ് എന്തുണ്ടായത്? ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് അത് സൂപ്പർ മെഷാന്നായി. അപ്പം എന്താണ്? ആ ബ്രാഞ്ചിനെ അവിടെ വെച്ചിട്ട് ഈ ഔട്ടറിൽ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ആരാണ്? ഈ I1ഉം I2നെ വെച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ എത്തുന്ന സമയത്ത് ഈ I2ഉം I3 ആണ് കൂടെ പോകുന്നത്. അവനെ വെച്ച് ചെയ്തു. ഇവിടെ ആകുമ്പോൾ I3 ചെയ്തു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് ഇക്വേഷൻ എഴുതി. കൂടാതെ ഇവിടെ എന്ത് ചെയ്തു? ഈ ഡിഫറൻസ്, കറണ്ടിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടുള്ള കാര്യം ചെയ്തു. ഇവിടുത്തെ കറണ്ട് I1 താഴോട്ടാണ്, ഇവിടെ I3 മുകളിലോട്ടാണ്. പിന്നെ ഡിഫറൻസ് ആണല്ലോ 7 ആംപിയർ. അങ്ങനെ എടുത്തിട്ട് ആ ഒരു ഇക്വേഷൻ എഴുതി. ഇനി ഇവിടെ നോർമലി KVL അപ്ലൈ ചെയ്തിട്ട് ആ മെഷ് ഇക്വേഷൻ കിട്ടി. സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഈസി അല്ലേ? അപ്പോൾ സൂപ്പർ മെഷിനും ഇനി ഡൗട്ട് ഉണ്ടാവരുത്. ഓക്കെ അല്ലേ? ഇനി എന്ത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോഡൽ അനാലിസിസും സൂപ്പർ നോഡും അങ്ങനെ ബാക്കിയുള്ള തിയറങ്ങളൊക്കെ പഠിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇപ്പോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ 5 ohm റെസിസ്റ്റർ ഓഫ് ദ നെറ്റ്വർക്ക്. 5 ohm റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കാണണം. അതായത് ഇതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. ഇതല്ലേ 5 ohm? ഇതിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തായിരിക്കും? I5 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? I3 മുകളിലോട്ടാണ്, I1 താഴോട്ടാണ്. നമുക്ക് എന്ത് ചെയ്താം? I1 മൈനസ് I3 ആവാം, അല്ലെങ്കിൽ I3 മൈനസ് I1 ആകാം. ഓക്കെ. ഏത് ഡയറക്ഷനിലാണോ പോസിറ്റീവ് കിട്ടുന്നത് ആ ഡയറക്ഷനിലായിരിക്കും പോകുന്നത് മാത്രം. I1 മൈനസ് I3 പോസിറ്റീവ് ആണെങ്കിൽ കറണ്ട് I1ൻ്റെ ഡയറക്ഷനിൽ പോകും. ഇൻ കേസ് I3 മൈനസ് I1 ആണ് പോസിറ്റീവ് എങ്കിൽ കറണ്ട് I3യുടെ ഡയറക്ഷനിൽ പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇതറിയണമെങ്കിൽ നമ്മൾ I1ഉം I3യും കണ്ടുപിടിക്കണ്ടേ?
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെഷ് അനാലിസിസ് ചെയ്യും. പക്ഷെ മെഷ് അനാലിസിസ് ചെയ്യാൻ നേരത്താണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഈ മെഷിൻ്റെയും ഇടയിൽ ആരിയ്ക്കുന്നുണ്ട്? ഒരു കറണ്ട് സോഴ്സ് ഇരിപ്പുണ്ട്. ഈ കറണ്ട് സോഴ്സ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതെന്താവും? ഓട്ടോമാറ്റിക്കലി നമുക്ക് സൂപ്പർ മെഷ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മെഷ് 1ൻ്റെ കാര്യം എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? മെഷ് 1ൻ്റെ കാര്യം എഴുതാം. എന്ത് എഴുതാം? അപ്ലൈ KVL അപ്ലൈ ചെയ്യുക. നിങ്ങളിതൊക്കെ വൃത്തിയിൽ എഴുതണം കേട്ടോ. ഞാൻ പെട്ടെന്ന് എഴുതുന്നതുകൊണ്ട് എൻ്റെ കൈയക്ഷരങ്ങളൊക്കെ ബോറാണ്. എന്നാലും നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതണേ. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് കണ്ടോ, ഇത് എഴുതണം. അപ്പോൾ എന്താണ്? മൈനസ് ടു പോസിറ്റീവ് എന്താണ്? റൈസിങ് പൊട്ടൻഷ്യൽ 50. പിന്നെയോ ഇങ്ങനെ പോയി I1 ഇങ്ങോട്ട്, I2 ഇങ്ങോട്ട്, മൈനസ് 10 ഇൻറ്റു I1 മൈനസ് I2, മൈനസ് 10 ഇൻറ്റു I1 മൈനസ് I2. താഴോട്ട് വരുമ്പോൾ I1 ഇങ്ങോട്ട്, I3 ഇങ്ങോട്ട്, 5 ഇൻറ്റു മൈനസ് 5 ഇൻറ്റു I1 മൈനസ് I3. ഓക്കെ, മൈനസ് 5 ഇൻറ്റു I1 മൈനസ് I3 രണ്ടും കിട്ടിയല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെറുതാക്കി എഴുതാം. മീൻസ് ഒന്ന് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ആക്കി മൈനസ് 15 I1 ആൻഡ് പ്ലസ് 10 I2 പ്ലസ് 5 I3 which is equal to minus 15. This is equation number 1. അതായത് മൈനസ് 15 I1, അതായത് 5ഉം 10ഉം. ഓക്കെ, മൈനസ് 15 I1 പ്ലസ് 10 I2 പ്ലസ് 5 I3 which is equal to മൈനസ് 15. ഓക്കെ ആണ്? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് എന്താണ്? സൂപ്പർ മെഷ് ആണ്. അപ്പോൾ ഇതിൻ്റെ മാത്രം നമുക്ക് ചെയ്യാം. ഇവൻ ഇവിടെ കിടന്നോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഔട്ടർ ലൂപ്പിലുള്ള ഇത് എഴുതാം. മെഷ് 2 and 3 will form super mesh. Apply KVL in outer loop. അപ്പോൾ ഔട്ടർ ലൂപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നോക്കടാ? ഇതാ ഇങ്ങനെ അല്ലേ? അപ്പോൾ ആദ്യം 2 മൈനസ് 2 ഇൻറ്റു വേറെ കളറിൽ എഴുതണോ? മൈനസ് 2 I2 താഴോട്ട് വരുമ്പോൾ 1 മൈനസ് 1 I3, അതായത് I3 ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ 5 മൈനസ് 5 ഇൻറ്റു I3 മൈനസ് I1 അല്ലേ? കാരണം എന്താ? I3 മുകളിലോട്ട്, I1 താഴോട്ട്. അപ്പോൾ 5 ഇൻറ്റു I3 മൈനസ് I1. ഓക്കെ, ഇനി എന്താണ്? മുകളിലോട്ട് എത്തുമ്പോൾ 10 ആണ്. അപ്പോൾ മൈനസ് 10 ഇൻറ്റു I2 മൈനസ് I1 അല്ലേ? ഈക്വൽ ടു 0. എന്താണ് I2 മൈനസ് I1 എടുത്ത്? നമ്മൾ ചെയ്യുന്നത് ഈ ലൂപ്പിലാട്ടോ. ഈ ലൂപ്പിൽ ആരൊക്കെ ഉള്ളത്? I2 ആണ്. I2 മുകളിലോട്ട്, I1 താഴോട്ട്. അപ്പോൾ I2 മൈനസ് I1. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്താണ് ചെയ്യുക? ഇതിനൊന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ എഴുതാം. അപ്പോൾ I1 എവിടെയൊക്കെ ഉണ്ട്? മൈനസ് 5 പ്ലസ് 5 പ്ലസ് 15 ഓക്കെ അല്ലേ? പ്ലസ് 15 I1 5 പ്ലസ് 5 പ്ലസ് 15 I2 മൈനസ് 2 ഇവിടെ ഇല്ല, മൈനസ് 2 മൈനസ് 12
മൈനസ് 12i2 മൈനസ് 12i2 i3യോ i3 ഇതാ -1 -6 -6i3 അല്ലേ -6i3 which is equal to 0 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഇനി നമുക്കൊരു ഇക്വേഷനും കൂടി ഉണ്ട്. കാരണം എന്താ, ഇത് സൂപ്പർ മെഷ് ആണ്. സൂപ്പർ മെഷ് ആകുമ്പോൾ ഇതിന് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാകും. ഇക്വേഷൻ എന്താ, i2 ഇങ്ങോട്ട് i3 ഇങ്ങോട്ട്. അപ്പോൾ i2 - i3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും, ഇറ്റ് ഈസ് ഈക്വൽ ടു, അടുത്ത ഇക്വേഷൻ എന്താ, i2 - i3 is equal to 2 ആയിരിക്കും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. എന്തുകൊണ്ടാ, i2 എങ്ങോട്ടാ, i2 ഇങ്ങോട്ട് i3 ഇങ്ങോട്ട്. അപ്പോൾ i2 - i3 ആരുടെ ഡയറക്ഷനിലായിരിക്കുന്ന ആള്, i2ന്റെ ഡയറക്ഷനിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈക്വൽ ടു 2 എഴുതി. ഇൻ കേസ് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുമായിരുന്നു, i3 - i2 is equal to 2 എന്ന് എഴുതുമായിരുന്നു. അല്ലെങ്കിൽ i2 - i3 equal to -2 എന്ന് എഴുതുമായിരുന്നു. ഇങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ i2 - i3 is equal to 2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ തവണയും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുന്നു, സോൾവ് ഇക്വേഷൻ നമ്പർ 1, 2 ആൻഡ് 3. ഈ 3 ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ -15 10 5 -50. നെക്സ്റ്റ് 15 -12 -6 0. നെക്സ്റ്റ് i1 0 ആണ്, i2 1, i3 -1, പിന്നെന്തുണ്ട് 2. therefore എന്ത് കിട്ടും, i1ന്റെ വാല്യൂ എന്ത് കിട്ടും. ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യണം കേട്ടോ. ഇങ്ങനെ കേട്ട് കണ്ട് പഠിച്ചു പോവാന്നല്ല, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം എന്താ, ഇത് അപ്ലൈ ചെയ്ത് പഠിക്കാനുള്ള സബ്ജക്റ്റാണ്. അപ്പം എന്താണ്, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പം എന്ത് ചെയ്യാണ്, i1 is equal to നമുക്ക് എന്ത് കിട്ടി, 20 ആംപിയർ എന്ന് കിട്ടി. i2ന്റെ വാല്യൂ 17.33 ആംപിയർ എന്ന് കിട്ടി. ദെൻ i3യുടെ വാല്യൂ എത്ര കിട്ടി, i3യുടെ വാല്യൂ 15.33 ആംപിയർ എന്ന് കിട്ടി. 15.33 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്, ഇതാ ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ 5 ohm റെസിസ്റ്റർ. 5 ohm റെസിസ്റ്ററിന്റെ കറണ്ട് എത്ര, i1 - i3 അല്ലേ. therefore i5 ohm is equal to i1 - i3. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, i1 എങ്ങോട്ടാണ്, i1 താഴോട്ടാണ്, i3 മുകളിലോട്ടാണ്. അപ്പോൾ ഇതിന് കൂടെ പോകുന്ന കാരണം ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ i1 - i3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 - 15.33 ആംപിയർ അല്ലേ. ഇത് എത്ര വരും, 20 - 15.33 മീൻസ് 4.67 ആംപിയർ എന്ന് കിട്ടും. അതായത് കറണ്ട് ത്രൂ ദി i5 ohm റെസിസ്റ്റർ കൂടെ ഉള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4.67 ohm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ വളരെ വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് സ്ലോ ആയിട്ടായിരിക്കും ക്ലാസ് എടുത്തിട്ടുണ്ടാവുക, ഫുള്ള് കേൾക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇന്ന് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ അതായത് ഒന്നും അറിയാത്തവനെ നമുക്ക് കൂടെ കൊണ്ടുപോയിട്ട് എല്ലാവരും ഒരേ ലെവലിൽ എത്തിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റിൽ ഓടാം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് കണ്ടവർ അഭിപ്രായം എന്ത് ചെയ്യുക, എന്തെങ്കിലും അഡീഷണൽ പറയേണ്ടതായിട്ടുള്ളതോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.
ഗുഡ് നൈറ്റ്.